ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. വിഷു സ്പെഷ്യൽ റീഡിംഗ് ആണ്. ഓക്കെ, കമൻറ്റ് ബോക്സിൽ എന്നോട് വിഷു റീഡിംഗ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വിഷുദിനാശംസകൾ. ഓക്കെ, ഹാപ്പി വിഷു. അതുപോലെ തന്നെ എല്ലാവരും പെരുന്നാൾ ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെയും ആശംസകൾ നേരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി റീഡിങ്ങൊക്കെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇത് 3 അതിൽ യൂസ് ചെയ്ത കാർഡ്സ്. ഇത് വന്നിട്ട് പൈൽ നമ്പർ 1 ഡീപ്പ് ബ്രീത്തിങ്, ഇത് പൈൽ നമ്പർ 2 ഇൻറ്റ്യൂഷൻ, ഇത് പൈൽ നമ്പർ 3 മേക്ക് ആൻ അൾത്താർ. ഇത് വന്നിട്ട് നമ്പർ 19 ആണ്, 28 ആണ്, 16 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് റീഡിംഗ് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് ഫോർ 1 ഇയർ. ഓക്കെ, ഈ വിഷു തൊട്ടിട്ട് അടുത്ത വിഷു വരെയുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു ടൈം പീരീഡിൽ, ഈ ഒരു 1 ഇയറിൽ ഏതെല്ലാം ട്രാൻസ്ഫോർമേഷൻ, ഏതെല്ലാം മാറ്റങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത് നോക്കാം. താങ്ക് യു. പൈൽ നമ്പർ 1. The keeper of the scales, fairness, balance. Hitting the mark, intention, detachment. High load of gratitude and service. Selflessness, humility, conscious action. ഇത് നമ്പർ 2, ഇത് 38, ഇത് 10 വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് മെയിനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഓവർ അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ, നമ്മളൊരു കാര്യത്തിൽ നിങ്ങൾ ഓവറായിട്ട് ശ്രദ്ധ കൊടുക്കുക, അറ്റാച്ച്മെൻറ്റ് കൊടുക്കുക, എനർജി കൊടുക്കുക, പക്ഷെ അതിൽ നിന്ന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല. അങ്ങനത്തെ എനർജീസ് നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ മാറാനായിട്ട് ഈ ഒരു ഇയറിൽ ശ്രമിക്കുന്നതാണ്. കുറച്ചും കൂടെ ഡിറ്റാച്ച്മെൻറ്റ് കൊണ്ടുവരാനായിട്ട്. ഓക്കെ, ആ ഒരു ഓവർ അറ്റാച്ച്മെൻറ്റിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾക്കിപ്പോൾ ഒരു ഇൻറ്റൻഷൻ ഉണ്ട്, എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. പക്ഷേ എപ്പോൾ അതിൻ്റെ റിസൾട്ട് വരും, എനിക്കത് എപ്പോൾ ലഭിക്കും, അങ്ങനെ ഓവറായിട്ട് കോൺഷ്യസ് ആകുന്ന എനർജി. ഓക്കെ, ആ ഒരു എനർജിയിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടെ സറണ്ടറിലോട്ട് വരാനായിട്ട് ഞാൻ എടുക്കേണ്ട ആക്ഷൻസ്, ഞാൻ എടുക്കേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതാണ്. അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ ഫലം കറക്റ്റായിട്ട് എനിക്ക് ലഭിക്കുന്നതാണ്. ആ ഒരു എനർജിയിലോട്ട് വരാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നതാണ് ഈ ഒരു 1 ഇയറിൽ വന്നിട്ട്. ഓക്കെ, അതുകൊണ്ടിട്ട് തന്നെ നിങ്ങൾ ആ ഒരു സറണ്ടറിൻ്റെ എനർജി, ഡിറ്റാച്ച്മെൻറ്റിൻ്റെ എനർജിയിലോട്ട് വരണ സമയത്ത് നിങ്ങൾക്ക് ഒത്തിരി ടഫായിട്ട് ഫീൽ ചെയ്ത പല കാര്യങ്ങളും ഈസി ആയിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ യൂണിവേഴ്സിന് ടൈം കൊടുക്കുകയാണ്. ഓക്കെ, ആ ഒരു മാജിക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തെങ്കിലും അൺബാലൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ, മെയിനായിട്ട് റിലേഷൻഷിപ്സിൽ, വ്യക്തിബന്ധങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ബാലൻസിൻ്റെ കുറവുണ്ട്, ഫെയർനെസ്സിൻ്റെ കുറവുണ്ട്. ഒരാളിൽ കൂടുതൽ ഫേവറിസം കാണിക്കുക, നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് നൽകാൻ സാധിക്കുന്നില്ല. അങ്ങനത്തെയൊക്കെ എനർജീസ് ഉണ്ടെങ്കിൽ അത് ഒരു ബാലൻസിലോട്ട്, ആ ഒരു ബാലൻസിൽ കൂടെ നിങ്ങൾ പോകുന്നതായിട്ട് എനിക്ക് ഈ ഒരു ഇയർ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അൺബാലൻസ് ആയിട്ടിരുന്ന പല സിറ്റുവേഷനും, ആ ഒരു സ്കെയിൽസ് എല്ലാം ഒരു ബാലൻസിലോട്ട് വരുന്നതാണ് ഈ ഒരു ഇയറിൽ. കുറച്ച് പേർക്ക് വന്നിട്ട് നിങ്ങൾക്ക് സൊസൈറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചാരിറ്റി, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ഒരു ശ്രമിക്കുന്നതാണ്. അത് നിങ്ങളുടെ കോൺഷ്യസ്നെസ്സിൽ ഒത്തിരി പോസിറ്റിവിറ്റി കൊണ്ടുവരുന്നതാണ്. കുറച്ച് പേര് കോൺഷ്യസ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ സെൽഫ്ലെസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട്, അതായത് അതിൽ നിന്ന് ഒത്തിരി പ്രോഫിറ്റ് ആഗ്രഹിക്കാതെ, ഒത്തിരി റിസൾട്ട് ആഗ്രഹിക്കാതെ, എഗെയിൻ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ആ കർമ്മ, ആ പോസിറ്റിവിറ്റിയിൽ കുറച്ചും കൂടെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് പേര് ഈ ഒരു സമയം ശ്രമിക്കുന്നതാണ്. ഓക്കെ, ബാക്കിൽ വന്നിട്ട് സീക്രട്ട് യൂണിയൻ ആണ് കാണിക്കുന്നത്, പാർട്ട്ണർഷിപ്പ് ആൻഡ് റൊമാൻസ്. ഇവിടെ നിങ്ങളുടെ പാർട്ട്ണർഷിപ്പിൽ ഇവിടെ പറഞ്ഞ പോലെ തന്നെ റിലേഷൻഷിപ്സിലൊക്കെ ഒത്തിരി
ഹീലിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് ഈ ഒരു പാർട്ട്ണർഷിപ്പ് വന്നിട്ട് ബിസിനസ് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം, വർക്ക് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം, നിങ്ങളുടെ കൊളീഗ്സ് ആയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്സ് ആയിരിക്കാം. അത് ഒത്തിരി ഇമ്പ്രൂവ് ആയിട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേര് ഈ ഒരു ഇയറിൽ വന്നിട്ട് ഗ്രൂപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കൊളാബറേഷൻ ഒത്തിരി ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പിലൊക്കെ ഒത്തിരി പോസിറ്റിവിറ്റി, പാർട്ട്ണർഷിപ്പിലൊക്കെ ഒത്തിരി പോസിറ്റിവിറ്റി എനിക്ക് ഈ ഒരു ഇയറിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം, നിങ്ങൾ ഈ ഒരു ഇയറിൽ വന്നിട്ട് എന്തെല്ലാം സോൾ ലെസൺസിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന് നോക്കാം. എന്തെല്ലാം സോൾ ലെസൺസ് ആണ് ഈ ഒരു 1 ഇയറിൽ നിങ്ങൾ പഠിക്കുന്നതെന്ന് നോക്കാം. പൈൽ നമ്പർ 1. താങ്ക് യു. Death. I am learning that endings are merely beginnings. Peace. I am being of love and I release all negative energy. ഈ ഒരു ഇയറിൽ വന്നിട്ട് കുറച്ചും കൂടെ സ്നേഹത്തിൻ്റെ എനർജിയെക്കുറിച്ചിട്ട്, പീസിൻ്റെ എനർജിയെക്കുറിച്ചിട്ട്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ലൈഫ് ലെസൺ നിങ്ങൾ ലേൺ ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റിവിറ്റി ഉണ്ട്, എന്തെങ്കിലുമൊക്കെ പാസ്റ്റിൽ എന്തെങ്കിലും ട്രോമാസ് ഉണ്ട്, അതെങ്ങനെ ഹീൽ ചെയ്തിട്ട് ഒരു പീസിലോട്ട് വരാം, ആ ഒരു ലൈഫ് ലെസണിൽ കൂടെ കുറച്ച് പേര് പോകുന്നുണ്ടാകാം. അതുപോലെ തന്നെ ഇവിടെ ഡെത്ത് വന്നിട്ട് ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ എനിക്ക് ഈ ഒരു ഇയർ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ലെസൺ കഴിഞ്ഞാൽ അടുത്തത്, ഒരു ലെസൺ കഴിഞ്ഞാൽ അടുത്തത്, അങ്ങനെ ഒത്തിരി ചേഞ്ചസ് നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്നതാണ്. നിങ്ങൾ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ചിട്ട് പഠിക്കുന്നതാണ്, മനസ്സിലാക്കുന്നതാണ്. ഓക്കെ, കുറച്ച് പേരുടെ സോഷ്യൽ അവെയർനെസ്, സൊസൈറ്റിയെക്കുറിച്ചിട്ടുള്ള അവെയർനെസ്, യൂണിവേഴ്സിനെ കുറിച്ചിട്ടുള്ള അവെയർനെസ്, ആ ഒരു എനർജിയിലെല്ലാം ഒത്തിരി ചേഞ്ചസ് എനിക്ക് ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ എൻഡിങ്സ്, നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും ഈ ഒരു ടൈം പീരീഡിൽ എൻഡാകുന്നതാണ്. ഓക്കെ, അത് എൻഡ് ചെയ്തിട്ട് ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ട് എങ്ങനെ നിങ്ങളുടെ ലൈഫിലുള്ള വേണ്ടാത്ത കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് എൻഡ് ചെയ്ത് എങ്ങനെ ഒരു ന്യൂ ബിഗിനിങ്ങിലോട്ട് വരാം, എങ്ങനെ ഒരു ന്യൂ സ്റ്റാർട്ട് കൊണ്ടുവരാം, ആ ലൈഫ് ലെസണും നിങ്ങളിവിടെ ലേൺ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിൽ വന്നിട്ട് ഡിനയലാണ്. ഐ അക്നോളജ് മൈ ഫിയർ ബട്ട് ഐ റീപ്ലേസ് ഇറ്റ് വിത്ത് ദ ഇൻസൈറ്റ് ഓഫ് അവെയർനെസ്. നിങ്ങൾ ഒത്തിരി ഡിനയലിൽ ഇരുന്നിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാതെ വരിക, അതിനോട് നോ പറയുക. ഓക്കെ, ചിലപ്പോൾ അത് പലപ്പോഴും പേടി കൊണ്ടിട്ടായിരിക്കാം, സ്വയം അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള, അത് അംഗീകരിക്കാനായിട്ടുള്ള പേടി കൊണ്ടിട്ടായിരിക്കാം. അതെല്ലാം നിങ്ങളിവിടെ അവെയർനെസ് കൊണ്ടിട്ട്, ആ ഒരു ലൈറ്റ് കൊണ്ടിട്ട് റീപ്ലേസ് ചെയ്യാനായിട്ട് ഈ 2 സോൾ ലെസണും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒത്തിരി അവെയർനെസ്, ഒത്തിരി ചേഞ്ചസ് എനിക്ക് ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കാം, നിങ്ങളുടെ സെൽഫ് കെയർ റുട്ടീനിൽ നിങ്ങൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ സെൽഫ് കെയർ റുട്ടീനിൽ എന്ത് ട്രാൻസ്ഫോർമേഷൻ, എന്ത് മേജർ ചേഞ്ചസ് ആണ് വരുന്നത് നോക്കാം ഈ ഒരു ഇയർ വന്നിട്ട്. താങ്ക് യു. Pile number 1. ഡീപ്പ് ബ്രീത്തിങ്. ഇവിടെ വന്നിട്ട് സ്പിരിച്വാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് പേർക്ക് ഇത് സബ് കോൺഷ്യസ് ലെവലിലുള്ള, നിങ്ങൾക്കധികം അറിയാത്ത ഹിഡൻ ആയിട്ടിരിക്കുന്ന പല ബ്ലോക്സ് ഉണ്ടാകാം നിങ്ങളുടെ ഉള്ളിൽ. അത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് കുറച്ചും കൂടെ സ്പിരിച്വാലിറ്റി ആയിട്ട് നിങ്ങൾ ഈ ഒരു ഇയർ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. കുറച്ച് പേര് ബ്രീത്തിങ് എക്സസൈസ്, യോഗ, മെഡിറ്റേഷൻ, അതിലെല്ലാം കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് കർമ്മ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഓക്കെ, കുറച്ച് പേരുടെ സബ് കോൺഷ്യസ് ബ്ലോക്ക് എങ്ങനെ റിമൂവ് ചെയ്യാം, അതിലെല്ലാം നിങ്ങൾ കൂടുതൽ പഠിക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഹാർട്ട് ചക്ര ഹീലിങ്ങും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി ടെൻഷൻസ്, ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതൊക്കെ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഹാർട്ട് ചക്ര ഹീലിങ്ങിനും നിങ്ങളെ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേരുടെ ഹെയർ ഗ്രോത്തും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഹെയർ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ ഒത്തിരി പോസിറ്റീവ് ചേഞ്ചസിൽ കൂടെ നിങ്ങൾ ഈ ഒരു ഇയർ കടന്നു പോകുന്നതാണ്. ഓക്കെ, ബാക്കിൽ വന്നിട്ട് റൈറ്റ് എ ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് നമ്പർ 55. നിങ്ങൾ കുറച്ചും കൂടെ ലൈഫിനെ കുറച്ചും കൂടെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി കാണാനായിട്ട്,
നന്ദിയോടുകൂടി സ്മരിക്കാനായിട്ട് കുറച്ച് പേര് ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റൊക്കെ എഴുതുന്നതായിട്ട്, അതായത് നിങ്ങൾ ഏറ്റവും താങ്ക്ഫുൾ ആയിട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ജേർണലിങ്, അതൊക്കെ ആയിട്ട് കുറച്ചും കൂടെ കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ഒരു ഇയർ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഡീപ്പായിട്ടുള്ള സ്പിരിച്വാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സീക്രട്സ്, പല ലെസൺസ്, അതെല്ലാം ഈ ഒരു സമയത്ത് നിങ്ങൾ ലേൺ ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ബ്രീത്തിങ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഹീലിങ്ങിലോട്ട് വരാനായിട്ടും കുറച്ച് പേർക്ക് ഈ ഒരു എനർജി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് നിങ്ങളുടെ മണി, ഫിനാൻസ്, കരിയർ, അതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജീസ് എങ്ങനെയായിരിക്കും നോക്കാം ഈ ഒരു ഇയറിലോട്ട്. പായൽ നമ്പർ 1. താങ്ക് യു. ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി നിങ്ങളുടെ മണി, ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി ഹീലിംഗ് എനർജി കൂടെ നിങ്ങൾ കടന്നു പോകുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങൾ മണിയെ കാണുന്ന രീതി, അത് ചിലവാക്കുന്ന രീതി, ഓക്കെ, അതിലെല്ലാം ഒത്തിരി ചേഞ്ചസ് ഈ ഒരു ഇയറിൽ സംഭവിക്കുന്നതാണ്. കുറച്ചും കൂടെ എഗെയിൻ എനിക്ക് ചാരിറ്റി, കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുക, അമ്മമാർക്ക് എന്തെങ്കിലും ചെയ്യുക, അതെല്ലാം ചെയ്യാനായിട്ട് കുറച്ച് പേര് ഓപ്പൺ ആയിട്ടിരിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ചും കൂടെ ഇമോഷണൽ മെച്യൂരിറ്റിയിലോട്ടും വരുന്നതാണ് നിങ്ങളുടെ മണി, ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്. എഗെയിൻ ആദ്യം പറഞ്ഞ എനർജി തന്നെയാണ്. കുറച്ച് പേർക്ക് മണി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും സബ് കോൺഷ്യസ് ബ്ലോക്ക് ഉണ്ടെങ്കിൽ, ഒരു ലാക്ക് മെൻറ്റാലിറ്റിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനായിട്ടും നിങ്ങളിവിടെ ശ്രമിക്കുന്നതാണ് ഈ ഒരു ഇയർ വന്നിട്ട്. ദ ഡെവിൾ. ഇവിടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് പേര് എഗെയിൻ ചെറിയ ചെറിയ തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ടാകാം. ഫോർ എക്സാമ്പിൾ, ചിലപ്പോൾ ടോക്സിക് ആയിട്ടുള്ള എൻവയറമെൻറ്റ്, ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻ, ഓവർ ജഡ്ജ്മെൻറ്റ്, കമ്മ്യൂണിക്കേഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ ഇൻ്റലിജൻസ്, നിങ്ങളുടെ വർത്തിനെ ചോദ്യം ചെയ്യുക, ഓക്കെ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ്, എന്തെങ്കിലും ചാലഞ്ചസ് ചിലപ്പോൾ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നുണ്ടാകാം. മെയിനായിട്ട് ഗ്യാസ് ലൈറ്റിംഗ് എനർജി, അതായത് നമ്മളുടെ ബാക്കിൽ നിന്നിട്ട് നമ്മളെ കുത്തുക എന്ന് പറയത്തില്ലേ, തിരികൊളുത്തി വിടുക എന്ന് പറയത്തില്ലേ, അങ്ങനത്തെ എനർജീസ് എല്ലാം നിങ്ങൾ കുറച്ചും കൂടെ കെയർഫുള്ളായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേര് വന്നിട്ട് ഇവിടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കൂടുതൽ വെൽത്ത് നൽകുന്ന, കൂടുതൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് നൽകുന്ന എന്തെങ്കിലും കരിയറിലോട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻസ് ചിലപ്പോൾ ഈ ഒരു ഇയർ നിങ്ങൾ ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ 4 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ട് നിങ്ങൾ ലവ് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി പ്രൊട്ടക്റ്റീവ് എനർജിയിലിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് അത് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, മനസ്സിനുള്ളിൽ ഡീപ്പായിട്ട് പതിഞ്ഞു പോയ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അപ്പോൾ കുറച്ച് പേര് റെസ്ട്രിക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സൈലൻ്റ് ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആ ഒരു എനർജി കൊണ്ട് നടക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് വന്നിട്ട് നിങ്ങളിപ്പോൾ ഒരു ന്യൂ റിലേഷൻഷിപ്പിലോട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറെ മനസ്സിലാക്കാനായിട്ട്, നിങ്ങളുടെ സോൾമേറ്റിനെ കുറച്ചും കൂടെ ഡീപ്പായിട്ട് മനസ്സിലാക്കാനായിട്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ടാകാം ഈ ഒരു ഇയർ വന്നിട്ട്. ഓക്കെ, എനിക്ക് നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടെ ലൈഫിൽ കുറച്ചും കൂടെ മെറ്റീരിയൽ സൈഡിൽ 3D റിയാലിറ്റി, ആ ഒരു നിങ്ങൾക്ക് പാഷനുള്ള കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കാം. താങ്ക് യു. വാവ്, ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. ഇവിടെ എഗെയിൻ കർമ്മ, ഓക്കെ, നിങ്ങൾ ചെയ്ത ആക്ഷൻസ്, പാസ്റ്റ് കർമാസ്, അത് ബാലൻസിലോട്ട് വരുന്നതാണ്. നിങ്ങൾക്ക് പാസ്റ്റിൽ നിങ്ങൾ ഒത്തിരി നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട്സ് നിങ്ങൾക്ക് ഈ ഒരു ഇയർ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ട് ഡെസ്റ്റിനി ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന എനർജീസാണ്. അപ്പോൾ പല ഡെസ്റ്റിൻഡ് ആയിട്ടുള്ള ലൈഫ് സിറ്റുവേഷൻസ്, ഇവൻറ്റ്സ്, കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ ഡെസ്റ്റിനിയെ കുറിച്ചിട്ട് കുറച്ചും കൂടെ ഡീപ്പായിട്ട് മനസ്സിലാക്കാനായിട്ടും സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സൈക്കിൾ ഉണ്ടെങ്കിൽ അതിവിടെ എൻഡ് ചെയ്യുന്നതാണ് ഈ ഒരു ഇയർ വന്നിട്ട്. ഓക്കെ,
കുറച്ച് പേരെ ഈ ഒരു സമയത്ത് കൂടുതലായിട്ട് ടെക്നോളജി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇവിടെ അക്വേറിയസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. പുതിയ പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക, ആ ഒരു എനർജീസ് എല്ലാം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എഗെയിൻ ഒത്തിരി ലേണിംഗ് എനർജി ഈ ഒരു ഇയർ ത്രൂ ഔട്ട് നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ലേൺ ചെയ്യുന്നതാണ്. ബാക്കിൽ വന്നിട്ട് 2 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. കുറച്ച് പേര് ഈ ഒരു ഇയർ വന്നിട്ട് ഒത്തിരി ബിസി ആയിട്ടിരിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സ്റ്റാർ, ഒത്തിരി ഹീലിംഗ് എനർജി, അതുപോലെ തന്നെ ഒത്തിരി റെക്കഗ്നിഷൻ ഈ ഒരു ഇയർ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നിങ്ങൾ ഈ ഒരു ഇയറിൽ വന്നിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം, അറ്റൻഷൻ കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. താങ്ക് യു. ഇവിടെ വന്നിട്ട് 6 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഇത് കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. എന്തെങ്കിലും അൺഫെയർ ആയിട്ടുള്ള സിറ്റുവേഷൻ, എന്തെങ്കിലും ടോക്സിക് എനർജി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ ഡീലിങ്സ്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ സബ് കോൺഷ്യസ്ലി അറിയാതെ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അത് നിങ്ങളുടെ ശ്രദ്ധയിലോട്ട് വരുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ഇയർ വന്നിട്ട് അപ്പോൾ ഒത്തിരി മാനിപ്പുലേഷൻ എനർജി നിങ്ങൾക്ക് ചുറ്റുമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളും ഓവറായിട്ട് എന്തെങ്കിലും നെഗറ്റീവായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ച് കെയർഫുള്ളാകാനായിട്ട് ശ്രമിക്കുക. വേറെന്ത് എനർജിയാണുള്ളത്? നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി. നിങ്ങളുടെ റിലേഷൻഷിപ്സിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ബാലൻസ് ചെയ്യാനായിട്ട് ആ ഒരു റൂട്ട് ചക്ര, എന്തെങ്കിലും ഗ്രൗണ്ടിങ് എനർജിയുടെ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യാനായിട്ട് ഈ ഒരു ഇയർ ശ്രദ്ധിക്കുക. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ മെസ്സേജസ്, എന്തെങ്കിലുമൊക്കെ പുതിയ ഓഫേഴ്സ് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ലവ്, റൊമാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. എഗെയിൻ അത് കുറച്ചും കൂടെ നിങ്ങൾ പഠിക്കാനായിട്ട്, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഒത്തിരി റിസ്ക് എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചിന്തിച്ചിട്ട് ആ ഒരു റിസ്ക് എടുക്കാനായിട്ടും പറയുന്നുണ്ട്. പ്രത്യേകിച്ചും നിങ്ങളുടെ ലവ്, റൊമാൻസ്, കുറച്ച് പേർക്ക് കുട്ടികളായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം, ക്രിയേറ്റിവിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. അതെല്ലാം കുറച്ച് കെയർഫുള്ളായിട്ട് നിങ്ങൾ ആക്ഷൻസ് എടുക്കാനായിട്ട് ഇവിടെ ഈ ഒരു ഇയറിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ് നിങ്ങളുടെ ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മെസ്സേജ് നോക്കാം. ഈ ഒരു ഇയർ വന്നിട്ട് നിങ്ങളുടെ ഏത് ചക്രയാണ് കൂടുതൽ ബാലൻസിലോട്ട് വരുന്നതെന്ന് നോക്കാം ഈ ഒരു സമയത്ത്. താങ്ക് യു. ഏത് ചക്രയാണ് ബാലൻസിലോട്ട് വരുന്നത് ഈ ഒരു ഇയർ വന്നിട്ട്? എഗെയിൻ ഈ ഒരു ഫെയർനെസ്സിൻ്റെ എനർജിയാണ്, ഇംപാർഷ്യാലിറ്റി. ഇത് വന്നിട്ട് ക്രൗൺ ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജിയാണ്. നിങ്ങളുടെ തോട്ട് പ്രോസസ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി, വ്യക്തത ഇല്ലാതിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഹീലിംഗ് ഈ ഒരു ഇയർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് പെയിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ പെയിനിനെ, ആ ഒരു വിഷമത്തെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, സ്വീകരിക്കുന്നത്, അനുഭവിക്കുന്നത്, അതിലെല്ലാം ഒത്തിരി ചേഞ്ചസ്, ഒത്തിരി ക്ലാരിറ്റി കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് ചൈൽഡ്ഹുഡ്, നിങ്ങളുടെ കുട്ടികളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അവരുടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, എന്തെങ്കിലുമൊക്കെ വേർഡ്സ് നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പെയിൻ ഹീൽ ചെയ്യാനായിട്ട്, അവിടെ ക്ലാരിറ്റി കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു ഇയർ നിങ്ങൾക്ക് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഇംപാർഷ്യാലിറ്റി വന്നിട്ട് ആരോടും പക്ഷഭേദം കാണിക്കാത്ത എനർജിയാണ്, ആരോടും ഫേവറിസം കാണിക്കാത്ത എനർജിയാണ്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ആരോടെങ്കിലും ഓവറായിട്ട് ഒരു പാർഷ്യാലിറ്റി കാണിക്കുക, ഫേവറിസം കാണിക്കുക, അങ്ങനത്തെ എനർജീസിലൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങൾ കുറച്ചും കൂടെ ബാലൻസിലോട്ട് വരുന്നതാണ്. എല്ലാവരെയും ഈക്വലായിട്ട് കാണാനായിട്ട്, മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് ശ്രമിക്കുന്നതാണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വ്യക്തത നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ്. നെക്സ്റ്റ് വന്നിട്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഏത് ചക്രയാണ് കുറച്ചും കൂടെ കെയർഫുൾ ആകേണ്ടതെന്ന് നോക്കാം ഈ ഒരു സമയത്ത് വന്നിട്ട്. താങ്ക് യു. ഈ ഒരു 1 ഇയറിൽ സർവീസ്, ഇത് വന്നിട്ട് നിങ്ങളുടെ സീക്രട്ട് ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജിയാണ്. എഗെയിൻ ഇവിടെ പാരൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. വയസ്സായ ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഗിൽട്ട് ഫീലിംഗ് ഉണ്ടെങ്കിൽ, അതായത്
എൻ്റെ പാരൻസിനെ അല്ലെങ്കിൽ എൻ്റെ ഫാമിലീനെ എനിക്ക് കറക്റ്റായിട്ട് നോക്കാൻ സാധിച്ചില്ല, കറക്റ്റ് ആ ഒരു എനർജി ഷെയർ ചെയ്യാൻ സാധിച്ചില്ല, അങ്ങനത്തെയൊക്കെ ഗിൽറ്റ് ഫീലിംഗ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനായിട്ട് ഈ ഒരു ഇയർ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ എഗെയിൻ സർവീസ് ഓറിയൻറ്റഡ് ആയിട്ട് കുറച്ചും കൂടെ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഈ ഒരു എനർജി പാസ്റ്റിലാണ്, അത് ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തില്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റാതിരുന്ന ആ ഒരു എനർജി അർഹിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ ചാരിറ്റി, ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രായമായിട്ടുള്ള ആൾക്കാർക്ക്, കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളാൽ കഴിയുന്ന ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു പാസ്റ്റിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു എനർജി ഹീൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, വേറെ എന്ത് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഇയർ വന്നിട്ട്? ഇവിടെ വന്നിട്ട് നിങ്ങളുടെ റൂട്ട് ചക്ര, പ്രത്യേകിച്ചും ഇവിടെ സോൾമേറ്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്, ലവ് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, പാർട്ട്ണർഷിപ്പ്, അവിടെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ബാലൻസ് ചെയ്യാനായിട്ട്, ആ ഒരു എനർജി ഗ്രൗണ്ട് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ബാക്കിൽ വന്നിട്ട് കംപ്ലീഷനാണ്. എഗെയിൻ സേക്രൽ ചക്രയുടെ എനർജിയാണ്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ലൈഫിൽ എൻഡ് ആയിട്ടുണ്ടാകാം, ഫിസിക്കലി എന്തെങ്കിലുമൊക്കെ ആരുടെയെങ്കിലുമൊക്കെ സെപ്പറേഷൻ നിങ്ങളെ ഒത്തിരി ഹേർട്ട് ചെയ്യുന്നുണ്ടാകാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഐ എം സോറി. ഓക്കെ, അപ്പോൾ അത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ പ്രാർത്ഥനകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, കുറച്ചും കൂടെ സർവീസ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ പ്രവർത്തിച്ച് കഴിയുമ്പോൾ ആ ഒരു എനർജി ഹീൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഫ്ലവേഴ്സിൻ്റെ എനർജി ആയിട്ട് കണക്ട് ചെയ്യുക, സൂര്യൻ്റെ എനർജി ആയിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, അതെല്ലാം നിങ്ങളെ ഹീൽ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സോൾമേറ്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ഇയർ വന്നിട്ട് കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ സോൾമേറ്റിനെ, നിങ്ങളുടെ പാർട്ട്ണറെ കാണുന്ന രീതിയായിരിക്കാം, മനസ്സിലാക്കുന്ന രീതിയായിരിക്കാം. അപ്പോൾ അതിലെല്ലാം കുറച്ചും കൂടെ നിങ്ങൾ കെയർഫുൾ ആകാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ഇയർ വന്നിട്ട്. നെക്സ്റ്റ് മെസ്സേജസ് നോക്കാം. ടീ ലീവ്സിന് എന്താണ് പറയാനുള്ളത് നോക്കാം നിങ്ങളോട് ഈ ഒരു ഇയറിലോട്ട്. താങ്ക് യു. പൈൽ നമ്പർ 1. ടോർട്ടോയിസ്, ആമയുടെ എനർജിയാണ്. സ്ലോലി ബട്ട് ഷുവർലി ഗെറ്റിംഗ് എ ഹെഡ്. ഇവിടെ വന്നിട്ട് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് ആണ്. അപ്പോൾ നിങ്ങൾ ഒത്തിരി പുറകെയാണ്, സ്ലോ ആണ്, അതിനെക്കുറിച്ച് ഓർത്തിട്ട് വറി ചെയ്യാതിരിക്കുക. സ്റ്റഡി ആയിട്ട് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു എഫേർട്ട്, ആക്ഷൻസ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് നിങ്ങളെ ഒത്തിരി ദൂരം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങളെ ഈ ഒരു ഇയർ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇവിടെ വന്നിട്ട് ഫയർ ക്രാക്കർ, എക്സൈറ്റ്മെൻറ്റ്. ഈ ഒരു ഇയർ വന്നിട്ട് ഒത്തിരി എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി സെലിബ്രേഷൻ്റെ എനർജിയും ഈ ഒരു ഇയർ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ വന്നിട്ട് ക്രാക്ഡ് കപ്പ്, ഡിസ്സാറ്റിസ്ഫാക്ഷൻ വിത്ത് ലൈഫ്. ഇവിടെ വന്നിട്ട് എഗെയിൻ ഹീലിംഗ് ആണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫായിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല, ഒരു ഹാപ്പിനെസ് ഇല്ല. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യണം, അതിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. പൈൽ നമ്പർ 1. ഇവിടെ വന്നിട്ട് ഫിംഗർ ആണ് വന്നിരിക്കുന്നത്. വാർണിംഗ് യു ഓഫ് എ പ്രോബ്ലം ഐദർ നൗ ഓർ ഇൻ ദ നിയർ ഫ്യൂച്ചർ. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, ഓക്കെ, അവർ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം വരുന്ന സമയത്ത്, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ നിൽക്കുന്നതായിട്ട്, നിങ്ങൾ എന്തെങ്കിലും തെറ്റായ വഴിയിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വാർണിംഗ് നൽകാനായിട്ട്. കുറച്ച് പേർക്ക് ഇത് സ്പിരിച്വൽ വാർണിംഗ് ആയിരിക്കാം. സ്പിരിച്വാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു എനർജി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആ ഒരു സിറ്റുവേഷൻ മറികടക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ വന്നിട്ട് വെഡ്ജ് ആണ്. സംവൺ ഈസ് ട്രൈങ് ടു കം ബിറ്റ്വീൻ യു ആൻഡ് എ ഫ്രണ്ട് ഓർ സംതിങ് യു വാണ്ട്. ഓക്കെ, എഗെയിൻ ഇത് വന്നിട്ട് മാനിപ്പുലേഷൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് പാർട്ട്ണർഷിപ്പിൻ്റെ ഇടയിൽ, ബിസിനസ് പാർട്ട്ണർഷിപ്പിൻ്റെ ഇടയിലായിരിക്കാം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ഫ്രണ്ടിൻ്റെ രൂപത്തിലായിരിക്കാം, ഫാമിലി മെമ്പറിൻ്റെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സെയിം ആയിട്ട്
മറ്റുള്ളവർ ആഗ്രഹിക്കുക, അങ്ങനെ ഒരു കോമ്പറ്റീഷൻ വരിക, അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ഇയർ ഒരു സപ്പോർട്ട് ലഭിക്കുന്നതാണ്. ആ ഒരു സിറ്റുവേഷൻ മറികടക്കാനായിട്ട് നിങ്ങൾക്ക് ബ്ലെസ്സിങ് ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ വന്നിട്ട് യോക്ക്, ഫീലിംഗ് ടൈ ഡൗൺ ഓർ ഫ്രസ്ട്രേറ്റഡ്. എഗെയിൻ ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ഒരു എനർജിയാണ്. ആ ഒരു എന്താ പറയുക, അകപ്പെട്ടു പോവുക, ഒന്നും ചെയ്യാൻ പറ്റാതെ വരിക, ഫ്രസ്ട്രേഷൻ്റെ എനർജി വരിക, അങ്ങനത്തെയൊക്കെ എനർജീസിൽ നിന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഇയർ റിലീസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ലാഡർ, ക്ലൈംബിംഗ് ടുവേർഡ്സ് സക്സസ്. നിങ്ങൾ സക്സസ്സിലോട്ട് നീങ്ങുന്നതായിട്ടാണ് എനിക്ക് ഈ ഒരു ഇയർ ഫീൽ ചെയ്യുന്നത്. താങ്ക് യു. ബേർഡ് ഫ്ലൈയിങ്, ന്യൂസ് ഈസ് ഓൺ ദ വേ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ്, എന്തെങ്കിലും ഒരു മെസ്സേജ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതാണ്. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി പോസിറ്റിവിറ്റി കൊണ്ടുതരുന്നതാണ്. കുറച്ച് പേർക്ക് ട്രാവൽ ചെയ്യാനായിട്ടുള്ള ബ്ലെസ്സിങ് ഈ ഒരു ഇയർ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇൻ്റർനാഷണൽ ട്രാവൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്ലൈയിങ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് പോസിബിൾ ആകുന്നതാണ് ഈ ഒരു ഇയർ വന്നിട്ട്. ഓക്കെ, അതായത് സ്കൈ ഡൈവിങ്, ഓക്കെ, അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ, ബങ്കി ജമ്പിങ്, അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് പോസിബിൾ ആകുന്നതാണ് ഈ ഒരു ഇയർ വന്നിട്ട്. വേറെന്ത് എനർജീസ് ആണുള്ളത്? സ്കൾ, ഹിഡൻ സീക്രറ്റ്സ് ക്യാൻ ഹാം യു. ഈ ഒരു ഇയർ വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പേടിയുണ്ടോ, നിങ്ങളുടെ സീക്രറ്റ്സ് എന്തെങ്കിലുമൊക്കെ, ഇത് അഗെയിൻ സബ് കോൺഷ്യസ് ബ്ലോക്സ് ആയിരിക്കാം. മറ്റുള്ളവർ നിങ്ങളെ ഹാം ചെയ്യുമോ, എന്തെങ്കിലുമൊക്കെ സീക്രറ്റ്സ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങളെ എന്തെങ്കിലുമൊക്കെ ഹേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമോ, അങ്ങനത്തെയൊക്കെ എനർജീസ് നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അത് ഒരു ഹീലിങ്ങിലോട്ട് ഈ ഒരു ഇയർ വരുന്നതാണ്. ഫൈനൽ മെസ്സേജ്. ഓക്കെ, ഇമ്പോർട്ട്, പ്രോബ്ലംസ് ടു ബി റിസോൾവ്ഡ്. നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി പ്രോബ്ലംസ് ഈ ഒരു ഇയർ റിസോൾവ് ചെയ്ത് വരുന്നതാണ്, ഒരു ഹീലിങ്ങിലോട്ട് വരുന്നതാണ്. ഫൈനൽ മെസ്സേജ്, തുലീപ്, ഗ്രേറ്റ് പാഷൻ. നിങ്ങളുടെ ലൈഫിലോട്ട് ഒത്തിരി പാഷൻ കടന്നു വരുന്നതായിട്ട്, ഒത്തിരി സ്നേഹം കടന്നു വരുന്നതായിട്ട് ഈ ഒരു ഇയർ ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് റൈറ്റിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്, ക്രിയേറ്റീവായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബ്ലോക്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഹീലിങ്ങിലോട്ട് വരുന്നതാണ്. ഓക്കെ, ഫൈനലായിട്ട് നിങ്ങളുടെ ഒരു മെസ്സേജ് കൂടെ എടുക്കാം. നിങ്ങളുടെ ഫൈനലായിട്ട് നിങ്ങളുടെ അഫർമേഷൻ എന്താണെന്ന് നോക്കാം. ഈ ഒരു ഇയറിലോട്ട് മെയിൻ അഫർമേഷൻ എന്താണ് ഈ ഒരു ഇയറിലോട്ട്? പൈൽ നമ്പർ 1. Today I will express myself. Today I will express my feelings openly and honestly by writing them down and reading them loud. കുറച്ച് പേർക്ക് ഈ ഒരു ക്രിയേറ്റീവ് ബ്ലോക്സ് ആയിരിക്കാം. ചിലപ്പോൾ ക്രിയേറ്റീവ് റൈറ്റേഴ്സ് ഉണ്ടാകാം. എഴുതുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ബ്ലോക്സ് വരിക, അല്ലെങ്കിൽ സംസാരിക്കാനായിട്ട് എന്തെങ്കിലും ബ്ലോക്സ്, എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, ഓപ്പൺലി സത്യസന്ധമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ എനർജീസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ കെയർഫുൾ ആകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ കുറച്ച് പേർക്ക് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ്, എന്തെങ്കിലും പേപ്പർ വർക്കൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് റീഡ് ചെയ്തിട്ട് മനസ്സിലാക്കിയിട്ട് സിഗ്നേച്ചർ ഇടാനായിട്ടും ശ്രമിക്കുക. അപ്പോൾ കോൺട്രാക്ട്സ്, പുതിയ ബ്ലെസ്സിങ്സ്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കടന്നു വരുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യാനായിട്ടും ഈ ഒരു ഇയർ നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് ഫോർ 1 ഇയർ. ഓക്കെ, ഈ ഒരു വിഷു തൊട്ടിട്ട് അടുത്ത വിഷു വരെയുള്ള ഗൈഡൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നിങ്ങളുടെ ലൈഫിൽ എന്ത് മാറ്റങ്ങൾ, എന്ത് ട്രാൻസ്ഫോർമേഷനാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം ഈ ഒരു ഇയറിൻ്റെ ഉള്ളിൽ. പൈൽ നമ്പർ 2. താങ്ക് യു. പൈൽ നമ്പർ 2.
ഹോക്ക് പ്രിൻസ്, സ്പിരിറ്റ് കമ്മ്യൂണിക്കേഷൻ, പേയിങ് അറ്റൻഷൻ, നമ്പർ 11. നിങ്ങൾക്ക് ഈ ഒരു ഇയർ വന്നിട്ട് ഒത്തിരി സ്പിരിച്വൽ കമ്മ്യൂണിക്കേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സയൻസ് ത്രൂ, സിമ്പിൾസ് ത്രൂ. ഇവിടെ നമ്പർ 11, അപ്പോൾ 11 ആ ഒരു നമ്പർ കാണുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഏഞ്ചൽ നമ്പർ ഫ്രീക്വൻ്റ് ആയിട്ട് കാണുക. അങ്ങനെ നിങ്ങളുടെ സ്പിരിറ്റ് ടീംസ് നിങ്ങളോട് ഫ്രീക്വൻ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, വിങ്ഡ് വൈസ് വൺസ്, ഏഞ്ചലിക് ഹെൽപ്പ്, മിറാക്കുലസ് എയ്ഡ്. ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി സ്പിരിച്വൽ സപ്പോർട്ട് നിങ്ങൾക്ക് ഈ ഒരു ഇയർ ഉണ്ടാകുന്നതാണ്. ഇവിടെ ദ ഡ്രാഗൺസ് ഡ്യുവൽ, ഇന്നർ കോൺഫ്ലിക്റ്റ്, മൊറാലിറ്റി, കോൺഷ്യസ് ചോയ്സ്. ഓക്കെ, ഇത് മെയിനായിട്ട് നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഡ്യുവാലിറ്റി, അതായത് രാത്രിയും പകലും, ശരിയും തെറ്റും, ഓക്കെ, ആ ഒരു മോറൽ കോമ്പസ്, അതിൻ്റെ ഉള്ളിൽ ഒത്തിരി കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്നുണ്ട്, ഒത്തിരി പ്രശ്നം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇവിടെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഷ്യസ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്, ചോയ്സസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങളുടെ സ്പിരിച്വൽ ടീം ഈ ഒരു ഇയർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ പാർട്ട്ണറിനെ സെലക്ട് ചെയ്യുക, കറക്റ്റായിട്ടുള്ള റിലേഷൻഷിപ്സിൽ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക, കറക്റ്റായിട്ടുള്ള ബിസിനസ് കോൺട്രാക്ട്സ് നിങ്ങളിലോട്ട് അട്രാക്റ്റ് ചെയ്യുക. മാരേജ് ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൽ കോൺഷ്യസ് ആയിട്ട് ചോയ്സസ് എടുക്കുക, കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. അങ്ങനത്തെ മാറ്റങ്ങളിൽ കൂടെ നിങ്ങൾ ഈ ഒരു ഇയർ പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബാക്കിൽ വന്നിട്ട് ഫീനിക്സ് ആണ്, ബ്യൂട്ടിഫുൾ. റിസറക്ഷൻ, സറണ്ടർ ടു ചേഞ്ച്. ഓക്കെ, ഒത്തിരി പാസ്റ്റിൽ ഒത്തിരി നിങ്ങളെ അടിച്ചമർത്തിയിട്ടുണ്ട്, ഒത്തിരി പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയരാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഇയർ എനർജി അവൈലബിൾ ആണ്, പോസിബിലിറ്റീസ് ഉണ്ട്. ഒത്തിരി ചേഞ്ചസും ഈ ഒരു ഇയറിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഡെസ്റ്റിനി ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഒത്തിരി മാറ്റങ്ങൾ വരുന്നതായിട്ട് ഈ ഒരു ഇയർ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് വന്നിട്ട് ഈ ഒരു ഇയർ കുറച്ചും കൂടെ നിങ്ങൾ സ്പിരിച്വലായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, കുറച്ചും കൂടെ ഏഞ്ചൽസ് ആയിട്ട്, നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് ഒക്കെ ആയിട്ട് കുറച്ചും കൂടെ കണക്ട് ചെയ്യാനായിട്ടും ഇവിടെ നിങ്ങൾ ആക്ഷൻസ് എടുക്കുന്നതാണ്, ശ്രമിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് മെഡിറ്റേഷൻ ചെയ്യുക. കുറച്ച് പേര് മാജിക്ക് പഠിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ അത് ലേൺ ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, ആ കാര്യങ്ങളിലെല്ലാം കുറച്ചും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകാം. കുറച്ച് പേര് വന്നിട്ട് എൻവയറമെൻറ്റിന് വേണ്ടിയിട്ട്, ഓക്കെ, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ആക്ട്സ് ഓഫ് സർവീസ് എന്ന് പറയില്ലേ, എന്തെങ്കിലുമൊക്കെ സർവീസ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ ചിലപ്പോൾ ഓർഗനൈസേഷൻ ത്രൂ ആയിരിക്കാം, അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, കുറച്ച് പേർക്ക് ഹെൽത്തായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ പേ അറ്റൻഷൻ ടു കമ്മ്യൂണിക്കേഷൻ വന്നിട്ട് ചിലപ്പോൾ ഒരു ഫോൺ കോൾ രൂപത്തിലായിരിക്കാം, ഒരു ലെറ്ററിൻ്റെ രൂപത്തിൽ, ഇമെയിലിൻ്റെ രൂപത്തിൽ, അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ ത്രൂ എന്തെങ്കിലുമൊക്കെ ഒരു ബ്രേക്ക് ത്രൂ ഈ ഒരു ഇയർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതാണ്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവൻറ്റ് നിങ്ങളുടെ ഈ ഒരു ഇയറിൽ നിങ്ങളുടെ പാത്തിൽ കൂടെ കടന്നു പോകുന്നതായിട്ട്, ആ ഒരു പാത്തിൽ കൂടെ കടന്നു പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നിങ്ങൾ ഈ ഒരു ഇയർ വന്നിട്ട് എന്ത് ലൈഫ് ലെസണിൽ കൂടെയാണ് കടന്നു പോകുന്നതെന്ന് നോക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫ് ലെസനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. പായൽ നമ്പർ 2. താങ്ക് യു. പായൽ നമ്പർ 2 എന്ത് ലൈഫ് ലെസണിൽ കൂടെയാണ് കടന്നു പോകുന്നത്? പ്രൈഡ്. ഐ ലവ് മൈസെൽഫ് ആൻഡ് ഐ സീ മൈസെൽഫ് ഇൻ എവ്രി വൺ. ഇത് വന്നിട്ട് ഒരു യൂണിറ്റിയുടെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഈ ഒരു പ്രൈഡ് വന്നിട്ട് ഈഗോ, ഒത്തിരി ഈഗോ ഡെത്തിൽ കൂടെ നിങ്ങൾ ഈ ഒരു ഇയർ കടന്നു പോകുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് ഒരു ഹയർ പെർസ്പെക്റ്റീവ്, ഒരു ഉയർന്ന ചിന്താഗതിയിലോട്ട് നിങ്ങളെ കൊണ്ടുപോകുന്നതായിട്ടും ഈ ഒരു ഇയർ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഐ സീ മൈസെൽഫ് ഇൻ എവ്രി വൺ, അതായത് എല്ലാവരെയും ഒരുപോലെ കാണാനായിട്ടുള്ള ആ ഒരു എനർജി. കുറച്ച് പേർക്ക് ഇത് കളക്റ്റീവായിട്ട് എല്ലാവരുമായിട്ട് ചേർന്ന് എന്തെങ്കിലുമൊക്കെ സർവീസ് ചെയ്യുന്നതായിരിക്കാം. ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓർഗനൈസേഷൻ ആയിരിക്കാം,
എൻവയറമെൻറ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കാനായിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ലൈഫ് ലെസൺ നിങ്ങൾ ഈ ഒരു ഇയർ ലേൺ ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, ഐ ലവ് മൈസെൽഫ് എന്നിട്ട് നിങ്ങളെ കുറച്ചും കൂടെ ബിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളിൽ കുറച്ചും കൂടെ വിശ്വാസം കൊണ്ടുവരാനായിട്ട് അതുമായിട്ടും റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ജേർണി, എന്തെങ്കിലുമൊക്കെ ലെസൺസ് ഈ ഒരു ഇയർ നിങ്ങൾക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വേറെ എന്ത് ലൈഫ് ലെസൺ, സോൾ ലെസണിൽ കൂടെയാണ് പൈൽ നമ്പർ 2 കടന്നു പോകുന്നത് ഈ ഒരു ഇയർ വന്നിട്ട്? ഹോണസ്റ്റി, സത്യസന്ധത. I can't always expect the truth from others, but I can expect it from myself. ഓക്കെ, അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാർ സത്യസന്ധമല്ലാതെ, ഹോണസ്റ്റി അല്ലാതെ പെരുമാറുന്നുണ്ടാകാം. നിങ്ങൾ സത്യസന്ധമായിട്ട് പെരുമാറുന്നുണ്ടാകാം, ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകാം. പക്ഷേ അവിടെ എന്തെങ്കിലുമൊക്കെ തിരിച്ചടികൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടാകാം. അത് നിങ്ങളെ കുറച്ചും കൂടെ ബിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ സ്ട്രെങ്ത്ത് മനസ്സിലാക്കാനായിട്ട് കുറച്ച് പേരെ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് എൻവിയുടെ എനർജിയും നിങ്ങൾക്ക് ചുറ്റുമുണ്ടാകാം. അപ്പോൾ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ, അവർ വിചാരിക്കുന്ന പോലെ നിങ്ങൾ പെരുമാറാത്തപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടാകുന്നതുമാകാം കുറച്ച് പേർക്ക്. അപ്പോൾ എന്തുമായാലും സത്യസന്ധത, ട്രൂത്ത്, അതിൽ നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒത്തിരി ടെസ്റ്റിംഗ് പീരീഡ് വരുന്നുണ്ടാകാം. ആ സമയത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കുറച്ച് പേർക്ക് ഇത് മണി, ഫിനാൻസ് ആയിട്ടായിരിക്കാം, നിങ്ങളുടെ പൊസഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്കായിരിക്കാം. മറ്റുള്ളവർ സത്യസന്ധമായിട്ട് പെരുമാറുന്നുണ്ടോ ഇല്ലയോ, അതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളുടെ ആക്ഷൻസ്, നിങ്ങളുടെ കർമ്മ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ ഈ ഒരു ഇയർ വന്നിട്ട് നിങ്ങളുടെ സെൽഫ് റുട്ടീനിൽ എന്തൊക്കെ മാറ്റങ്ങൾ, ചേഞ്ചസ് ആണ് വരുന്നത് നോക്കാം. സെൽഫ് കെയർ റുട്ടീനിൽ എന്തൊക്കെ പോസിറ്റീവ് ചേഞ്ചസ് ആണ് പൈൽ നമ്പർ 2യുടെ ലൈഫിൽ വരുന്നത്? താങ്ക് യു. പൈൽ നമ്പർ 2. ഇൻറ്റ്യൂഷൻ, ബ്യൂട്ടിഫുൾ. ഇവിടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കൂടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ കുറച്ചും കൂടെ ബിലീവ് ചെയ്ത് കഴിയുമ്പോൾ, നിങ്ങളിൽ കുറച്ചും കൂടെ വിശ്വാസം അർപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഇൻറ്റ്യൂഷൻ കിട്ടുന്നുണ്ട്, ഒരു ഗട്ട് ഫീലിംഗ് കിട്ടുന്നുണ്ട്. അത് നിങ്ങൾ എത്രത്തോളം ട്രസ്റ്റ് ചെയ്യുന്നു, ഓക്കെ, അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഇവിടെ ഈ ഒരു ഇയർ വർദ്ധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് തേർഡ് ഐ ചക്ര ഹീലിംഗ് എനിക്ക് ഈ ഒരു ഇയർ ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിൽ വന്നിട്ട് മസാജാണ്. കുറച്ച് പേർക്ക് പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ബോഡിയിൽ എന്തെങ്കിലുമൊക്കെ പെയിൻ ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും നിങ്ങളുടെ ഇമോഷൻസ് കൊണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ അൺബാലൻസ് കൊണ്ടിട്ട് ആ ഒരു പെയിൻ ബോഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് പേർക്ക് ഹീൽ ചെയ്യാനായിട്ടുള്ള ഒരു ഗൈഡൻസ്, ഒരു മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു ഇയർ വന്നിട്ട്. എങ്ങനെ അത് ഹീൽ ചെയ്യാം, എങ്ങനെ നിങ്ങളുടെ ഓറ ക്ലെൻസ് ചെയ്യാം, എങ്ങനെ നിങ്ങളുടെ ഡെസ്റ്റിനി ആയിട്ട് കണക്ട് ചെയ്യാം, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ ത്രൂ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. അത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ഇയർ വന്നിട്ട്. അപ്പോൾ നിങ്ങളുടെ ബോഡി ഈ ഒരു ഇയർ കുറച്ചും കൂടെ കെയർ ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരുന്നുണ്ടാകാം. അപ്പോൾ അതിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. നിങ്ങളുടെ ബോഡി കുറച്ചും കൂടെ സ്നേഹിക്കാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് നിങ്ങളുടെ മണി, ഫിനാൻസ്, കരിയറൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജി നോക്കാം ഈ ഒരു ഇയറിലോട്ട്. താങ്ക് യു. ദ ഫൂൾ. വാവ്. ഇവിടെ നിങ്ങളുടെ കരിയറിൽ ഒത്തിരി സ്റ്റെബിലിറ്റി എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒത്തിരി ബാലൻസിൻ്റെ എനർജി കൂടെ നിങ്ങൾ കടന്നു പോകുന്നതാണ്. ചിലപ്പോൾ പോസിറ്റീവായിട്ടുള്ള പാർട്ട്ണർഷിപ്പ്, പോസിറ്റീവ് റിലേഷൻഷിപ്സ് നിങ്ങളുടെ കരിയറിൽ, പോസിറ്റീവ് കോൺട്രാക്ട്സ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ലഭിക്കുന്നുണ്ടാകാം. ഒത്തിരി കോൺഫിഡൻസിൻ്റെ എനർജി ഒക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ മണി, ഫിനാൻസിലും ഒത്തിരി ന്യൂ ബിഗിനിങ്സ് കാണാൻ സാധിക്കുന്നുണ്ട്, ന്യൂ സ്റ്റാർട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പ്യൂരിറ്റിയോടുകൂടി നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊത്തിരി ബെനിഫിറ്റ് നിങ്ങൾക്ക് ഈ ഒരു ഇയർ ലഭിക്കുന്നതാണ്. ഓക്കെ, 4 of Cups,
ലവേഴ്സ്. എഗെയിൻ ഈ ഒരു ലവേഴ്സ് വന്നിട്ട് പാർട്ട്ണർഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി ബ്ലെസ്സിങ് ഈ ഒരു ഇയർ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് മാരേജിൽ ഒരു ബാലൻസ്, മാരേജായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്ലെസ്സിങ്, കുറച്ച് പേരുടെ മാരേജ് ഈ ഒരു ഇയർ നടക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി ബ്ലെസ്സിങ്സ് എനിക്ക് ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ 4 ഓഫ് കപ്സിൽ വന്നിട്ട് നിങ്ങളുടെ ലവ് റൊമാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഓക്കെ എന്തെങ്കിലുമൊക്കെ പുതിയ ഓഫേഴ്സ് ഈ ഒരു ഇയർ വരുന്നുണ്ടാകാം. പക്ഷേ എനിക്ക് നിങ്ങൾ കുറച്ചും കൂടെ നിങ്ങളുടെ ലൈഫിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്തിരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് വന്നിട്ട് സിംഗിളായിട്ടുള്ള ആൾക്കാർക്കാണ്. ഓക്കെ, കുറച്ചും കൂടെ നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി ഉള്ള റിലേഷൻഷിപ്സ് അത് ഹീൽ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് ചേഞ്ചസ് കൊണ്ടുവരിക, എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, അതിൽ കുറച്ച് പേര് ഫോക്കസ് ചെയ്തിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടിട്ട് കുറച്ച് പേര് വന്നിട്ട് ഈ ഒരു ന്യൂ ഓഫർ വരണ സമയത്ത് അതിനോട് ചിലപ്പോൾ ഒരു നോ പറയുന്നുണ്ടാകാം. ആദ്യം വന്നിട്ട് കുറച്ച് പേർക്ക് നിങ്ങളുടെ ലവ് റൊമാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ്, എന്തെങ്കിലും ഒരു മെസ്സേജ് ഈ ഒരു ഇയർ റിസീവ് ആകുന്നതാണ്. ഓക്കെ, അത് നിങ്ങളെ ഒത്തിരി കറക്റ്റായിട്ട് ഒരു ഡിസിഷൻ എടുക്കാനായിട്ടും കുറച്ച് പേരെ ഈ ഒരു ഇയർ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേരോട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഓൾറെഡി നിങ്ങളൊരു റിലേഷൻഷിപ്പിലുണ്ടെങ്കിൽ അവിടെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് പറയുന്നുണ്ട്, ഒരു ബോർഡത്തിൻ്റെ എനർജി, അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു സ്പാർക്ക്, ഒരു പോസിറ്റിവിറ്റി ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നത്, ഡെയിലി റുട്ടീനിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുന്നത്, ഡെയിലി നിങ്ങൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രയോറിറ്റീസ്, വാല്യൂസ്, എവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ പ്രയോറിറ്റി കൊടുക്കുന്നത്, വാല്യൂ കൊടുക്കുന്നത്. ഓക്കെ, അതിലെല്ലാം കുറച്ചും കൂടെ ശ്രദ്ധിക്കാനായിട്ട് നിങ്ങളുടെ ലവ് റൊമാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു ഗൈഡൻസ് ഈ ഒരു ഇയർ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സണൽ റിസോഴ്സസ്, നിങ്ങളുടെ പൊസഷൻസ്, നിങ്ങളുടെ മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് ഷെയർ ചെയ്യണ സമയത്തും കുറച്ചും കൂടെ കെയർഫുൾ ആകുക ഈ ഒരു ഇയർ വന്നിട്ട്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ ഈ ഒരു ഇയർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പായൽ നമ്പർ 2യുടെ ലൈഫിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? 9 ഓഫ് കപ്സ്, എഗെയിൻ വെൽത്ത്, മണി, പൊസിഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അത് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ഈ ഒരു ഇയർ നിങ്ങൾ ശ്രദ്ധിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ പാഷൻ എന്താണോ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ, അതിൽ ക്ലാരിറ്റി കൊണ്ടുവരാനായിട്ടും കുറച്ച് പേർക്ക് ഒരു ഗൈഡൻസ് ഇവിടെ പറയുന്നുണ്ട്. വേറെ എന്ത് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഇയർ വന്നിട്ട്? കിങ് ഓഫ് സോഡ്സ്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഈ ഒരു ഇയർ ശ്രദ്ധിക്കുക. കുറച്ചും കൂടെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത്, സംസാരിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ മെച്യൂരിറ്റിയോടുകൂടി കാംനെസ്സിൻ്റെ എനർജിയിൽ ടാപ്പിൻ ചെയ്തിട്ട് നിങ്ങൾ സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ ആശയവിനിമയം നടത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പെട്ടെന്ന് ദേഷ്യപ്പെടുക, ആങ്കർ ഇഷ്യൂസ്, കൺട്രോൾ ഇഷ്യൂസൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വിസ്ഡം, നിങ്ങൾ ഒത്തിരി ബുദ്ധിയുള്ള വ്യക്തികളാണ്, അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇൻ്റലിജൻസ്, നിങ്ങളുടെ ആ ഒരു വിസ്ഡം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട്, കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു ഇയർ ശ്രദ്ധിക്കുക. കുറച്ച് പേർക്ക് ഇത് പാരൻ്റായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു എനർജിയും ആകാം. ഓക്കെ, അതിലും കുറച്ചുകൂടെ കെയർഫുൾ ആകുക ഈ ഒരു ഇയർ വന്നിട്ട്. നെക്സ്റ്റ് നിങ്ങളുടെ ചക്ര റിലേറ്റ് ചെയ്തിട്ടുള്ള ഗൈഡൻസ് നോക്കാം. ഏത് ചക്രയാണ് ഈ ഒരു ഇയർ ബാലൻസിലോട്ട് വരുന്നതെന്ന് നോക്കാം. പായൽ നമ്പർ 2, വർക്കഹോളിക്, ഇത് വന്നിട്ട് ത്രോട്ട് ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജിയാണ്, കമ്മ്യൂണിക്കേഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജിയാണ്. അവിടെ ഒത്തിരി ഹീലിംഗ് വരുന്നതാണ്. ഇത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ നിങ്ങളുടെ കൊളീഗ്സ് ആയിട്ടുള്ള ആ ഒരു എനർജി, ആ പാർട്ട്ണർഷിപ്പിൽ ഒത്തിരി ഹീലിംഗ് സംഭവിക്കുന്നതായിട്ട് ഈ ഒരു ഇയർ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ബാലൻസ് സംഭവിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒത്തിരി കൊളാബറേഷനും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി ക്രിയേറ്റീവായിട്ടുള്ള പ്രൊജക്ട്സ് നിങ്ങൾ ഈ ഒരു ഇയർ ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേര് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ക്ലാസ്സസ് എടുക്കുക, മറ്റുള്ളവരെ പഠിപ്പിക്കുക, അതെല്ലാം ചെയ്യുന്നതായിട്ടും ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ,
കുറച്ച് പേര് നിങ്ങൾ ഓവർ വർക്കഹോളിക് ആയിട്ടുള്ള എനർജിയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതും ഈ ഒരു ഇയർ കുറച്ചും കൂടെ ബാലൻസിലോട്ട് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങൾ ചെയ്യുന്ന വർക്കിനോട്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളോട് കുറച്ചും കൂടെ എന്താ പറയുക, സത്യസന്ധമായിട്ട് പെരുമാറുക, ആത്മാർത്ഥത പുലർത്തുക, അതിലെല്ലാം കുറച്ചും കൂടെ ശ്രദ്ധിക്കുന്നതായിട്ടും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എനർജീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പായൽ നമ്പർ 2 ശ്രദ്ധിക്കേണ്ട ചക്രാസ് ഏതൊക്കെയാണ് ഈ ഒരു ഇയർ വന്നിട്ട്. നിങ്ങളുടെ സേക്രൽ ചക്രയാണ്, പാഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജിയാണ്. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ പാഷൻസ് ആയിട്ട് കണക്ട് ചെയ്യണ സമയത്ത് അത് കറക്റ്റായിട്ട് ചാനൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഫാമിലി ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ഓക്കെ, നിങ്ങളുടെ പാരൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, അതിലെന്തെങ്കിലുമൊക്കെ ഹീലിംഗ് ഈ ഒരു ഇയർ ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് പാസ്റ്റിലെ എനർജീസ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങളൊരു പാരൻ്റ് ആണെങ്കിൽ നിങ്ങൾ കുട്ടികളോട് എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു എനർജി എക്സ്ചേഞ്ച് കുറച്ചും കൂടെ ശ്രദ്ധിക്കാനായിട്ട് ഈ ഒരു ഇയർ പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് അഗെയിൻ ഭൂമി സംബന്ധമായിട്ട് നിങ്ങളുടെ പ്രോപ്പർട്ടി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. അവിടെ ഒരു എക്സ്പാൻഷൻ കൊണ്ടുവരാനായിട്ട്, പുതുക്കി പണിയാനൊക്കെ ആയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കെയർഫുള്ളായിട്ട് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട്, കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ സൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അത് വായിക്കാനൊക്കെ ആയിട്ട് നിങ്ങൾ ഈ ഒരു ഇയർ ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്താണ് പായൽ നമ്പർ 2 ശ്രദ്ധിക്കേണ്ടത്, ഏത് എനർജിയാണ്, ഏത് ചക്രയാണ് ബാലൻസ് ചെയ്യേണ്ടത്. പായൽ നമ്പർ 2 എഗെയിൻ സേക്രൽ ചക്രയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഇയർ എന്തെങ്കിലുമൊക്കെ ഒരു കംപ്ലീഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു എൻഡിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ കുറച്ചും കൂടെ നിങ്ങൾ ബാലൻസ്ഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ബാക്കിൽ വന്നിട്ട് ഫൊർഗീവ്നെസ് ആണ്. നിങ്ങളുടെ പാരൻസിനെ ഫൊർഗീവ് ചെയ്യുക, നിങ്ങളുടെ കുട്ടികളെ ഫൊർഗീവ് ചെയ്യുക, അല്ലെങ്കിൽ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആയിരിക്കും. അതിലെല്ലാം കുറച്ചും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു ഇയർ വന്നിട്ട് കുറച്ച് പേർക്ക് ഇത് നിങ്ങൾ ഫിസിക്കലി നിങ്ങളിൽ നിന്ന് വിട്ടുപോയവരായിരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഐ എം സോറി. അവരുടെ എനർജീസ് നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, അതെങ്ങനെ ഹീൽ ചെയ്യാം, അല്ലെങ്കിൽ അവിടെ എങ്ങനെ ബാലൻസ് കൊണ്ടുവരാം, നിങ്ങളുടെ എനർജി എങ്ങനെ ആ ഒരു സാഡ്നെസ്സിൽ നിന്നിട്ട് കുറച്ചും കൂടെ എങ്ങനെ ഷിഫ്റ്റ് കൊണ്ടുവരാം. കുറച്ച് പേർക്ക് ക്രിയേറ്റീവ് പ്രൊജക്ട്സ് ആയിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നതൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സണ്ണിൻ്റെ എനർജി, സൂര്യൻ്റെ എനർജി ആയിട്ട് കണക്ട് ചെയ്യുന്നത് കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ സേക്രൽ ചക്ര ഈ ഒരു ഇയർ നിങ്ങൾ ശ്രദ്ധിക്കുക. സേക്രൽ ചക്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വച്ചേക്കുന്ന സാഡ്നെസ്, സങ്കടങ്ങളാണ്, വിഷമങ്ങളാണ്, ആ ഒരു ഡിപ്രഷൻ്റെ എനർജിയാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. കുറച്ചും കൂടെ ഓറഞ്ച് കളറുള്ള ഫ്രൂട്ട്സ് അത് കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഓറഞ്ച് കളറ് അതൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ലെറ്റ് ഗോ, ഫൊർഗീവ്നെസ്, അതെല്ലാം സേക്രൽ ചക്ര ഹീൽ ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ മെസ്സേജസ് നോക്കാം. ടീ ലീഫിന് എന്താണ് പറയാനുള്ളത് പായൽ നമ്പർ 2 ഈ ഒരു 1 ഇയറിലോട്ട്. താങ്ക് യു. ഓക്കെ, സ്ട്രോക്ക്, ന്യൂസ് ഓഫ് എ ബർത്ത് ഓർ എ ന്യൂ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഈ ഒരു ഇയർ ന്യൂ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ബർത്തായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, ചൈൽഡ് ബർത്തായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഗുഡ് ന്യൂസ് ലഭിക്കുന്നുണ്ടാകാം ഈ ഒരു ഇയർ വന്നിട്ട്. ജൂലൈ മന്ത് ഒത്തിരി പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫണൽ, പീരീഡ് ഓഫ് ഫ്രസ്ട്രേഷൻ, ലെസൺസ് ടു ബി ലേൺഡ്. ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ലൈഫിലൊക്കെ ചിലപ്പോൾ ഒത്തിരി ഫ്രസ്ട്രേഷൻ, നിങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ട് നൽകുന്ന, ഫ്രസ്ട്രേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന പല സന്ദർഭങ്ങളും ഉണ്ടാകുന്നുണ്ടാകാം. ആ സമയത്തെല്ലാം അതിൻ്റെ ലെസൺസ് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ ആ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള എനർജിയിൽ നിന്നിട്ട് അത് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൽ നിന്ന് എനിക്ക് എന്ത് പഠിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, അതിൽ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പീകോക്ക്, ബിവെയർ ഓഫ് ഗ്രേറ്റ് പ്രൈഡ്. ഇവിടെ ഈ സെയിം എനർജി തന്നെയാണ്, പ്രൈഡിൻ്റെ എനർജി. നിങ്ങൾ കെയർഫുള്ളാകുക. ഈഗോ ചെക്ക് നടത്താനായിട്ട് ശ്രമിക്കുക. ഈഗോ കൊണ്ടിട്ട് നിങ്ങളെ കൊണ്ടിട്ട് പല കാര്യങ്ങളും ചെയ്യിക്കുന്നുണ്ടെങ്കിൽ, ഈഗോ നിങ്ങളെ ട്രിഗർ ആയിട്ട് വരുന്ന സമയത്ത് ഒത്തിരി നെഗറ്റീവ് സിറ്റുവേഷനിലോട്ട് പോകുന്നുണ്ട്, ആക്ഷൻസ് എടുക്കാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക ഈ ഒരു ഇയർ വന്നിട്ട്. കുറച്ച് പേർക്ക്
ഈ ഒരു ഈഗോ എനർജിയുള്ള, പ്രൈഡ് എനർജിയുള്ള ആൾക്കാരായിട്ട് നിങ്ങൾ ഡീലിങ്സ് നടത്തുന്ന സമയത്ത് കുറച്ചും കൂടെ കെയർഫുള്ളാകുക. നിങ്ങൾക്ക് ഡിസംബർ വന്നിട്ടുണ്ട്. ഡിസംബറിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം സംഭവിക്കുന്നുണ്ടാകാം. കോബ്വെബ്, പ്രൊട്ടക്റ്റഡ് ഫ്രം നെഗറ്റീവ് ഫോഴ്സസ് ബിയോണ്ട് യുവർ കൺട്രോൾ. നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതാണ് നെഗറ്റീവ് ഫോഴ്സസിൽ നിന്നിട്ട്. ബ്രോക്കൺ വിഷ് ബോൺ, വിഷ് വിൽ നോട്ട് ബി ഗ്രാൻറ്റഡ്. ഓക്കെ, ഇവിടെ ചിലപ്പോൾ ഈ ഒരു ഇയർ നിങ്ങൾ ആഗ്രഹിച്ച പോലെ റിസൾട്ട് കിട്ടുന്നില്ല, എന്തെങ്കിലുമൊക്കെ വിഷ് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് അത് നടക്കുന്നില്ലെങ്കിൽ പെട്ടെന്ന് വിഷമിക്കാതിരിക്കുക. നിങ്ങളുടെ എഫേർട്ട്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എഫേർട്ട് ഇടാനായിട്ട് ശ്രമിക്കുക. ബോ, യു ആർ ഹൈലി തോട്ട് ഓഫ്. ഇവിടെ നിങ്ങൾക്ക് ഒത്തിരി റെക്കഗ്നിഷൻ, ഒത്തിരി എന്താ പറയുക, ഒരു ഹൈ പൊസിഷൻ കുറച്ച് പേർക്ക് ലഭിക്കുന്നുണ്ടാകാം ഈ ഒരു ഇയർ വന്നിട്ട്. ഫെദർ, someone you know is undependable and insincere. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ആരാണ് നിൽക്കുന്നത്, നിങ്ങളെ ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ആരാണ് സത്യസന്ധമായിട്ട് നിൽക്കുന്നത്, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഈ ഒരു ഇയർ ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള എനർജി കുറച്ചും കൂടെ കെയർഫുള്ളാകുക ഈ ഒരു ഇയർ വന്നിട്ട്. ബ്രൂം, ന്യൂ ഹോം ന്യൂ ആറ്റിറ്റ്യൂഡ്. കുറച്ച് പേർക്ക് ഹോമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്ലെസ്സിങ് ആണ്. പുതിയ വീട്, അല്ലെങ്കിൽ വീട് മോടി പിടിപ്പിക്കുക, വീട്ടിൽ എന്തെങ്കിലുമൊക്കെ എക്സ്പാൻഷൻ കൊണ്ടുവരിക, ചേഞ്ച് കൊണ്ടുവരിക, ഇൻറ്റീരിയർ ഡെക്കറേഷൻ ചെയ്യുക. കുറച്ച് പേർക്ക് പുതിയ ഗാർഡൻ ആയിരിക്കാം, കുറച്ച് പേർക്ക് ക്ലെൻസിങ് എനർജിയാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താങ്ക് യു. കാരേജ്, എ ജേർണി ഐദർ ഫിസിക്കൽ ഓർ മെൻ്റൽ. ഈ ഒരു ഇയർ ട്രാവൽ കാണുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ജേർണി വന്നിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് ഒത്തിരി ഗുഡ് ഫോർച്യൂൺ, ഒത്തിരി പോസിറ്റിവിറ്റി കൊണ്ടുവരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ വാഹനം, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബ്ലെസ്സിങ്ങും ആകാം. നിങ്ങളുടെ അഫർമേഷൻ നോക്കാം. ഈ ഒരു ഇയറിലോട്ടുള്ള അഫർമേഷൻ എന്താണ്? പായൽ നമ്പർ 2യുടെ അഫർമേഷൻ എന്താണ്? താങ്ക് യു. ടുഡേ ഐ വിൽ നോട്ട് കമ്പയർ. കമ്പയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ മറ്റുള്ളവരായിട്ട് തുലനം ചെയ്ത് നോക്കുന്ന എനർജിയാണ്. ടുഡേ ഐ വിൽ നോട്ട് കമ്പയർ മൈസെൽഫ് ടു അതേഴ്സ്, ഐ വിൽ ഫൈൻഡ് ട്രൂ പീസ് ഇൻ മൈ ഓൺ ലൈഫ്. ഓക്കെ, നിങ്ങളെ ആരുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക, നിങ്ങളിൽ കുറവുള്ളതായിട്ട് നിങ്ങൾ വിചാരിക്കാതിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഹാപ്പിനെസ് നൽകുന്ന, സത്യസന്ധമായിട്ട് ഹാപ്പിനെസ് നൽകുന്ന, സമാധാനം നൽകുന്ന എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബാക്കിൽ വന്നിട്ട് ടുഡേ ഐ ആം അഡ്വഞ്ചറസും വന്നിട്ടുണ്ട്. ടുഡേ ഐ വിൽ ഗെറ്റ് ഔട്ട് ഓഫ് മൈ കംഫർട്ട് സോൺ ആൻഡ് ട്രൈ സംതിങ് ഐ ഹാവ് നെവർ ട്രൈഡ് ബിഫോർ. ഈ ഒരു ഇയർ വന്നിട്ട് നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ചും കൂടെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അഡ്വഞ്ചറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി നിങ്ങൾക്ക് അപകടം വരുന്ന രീതിയിലുള്ള അഡ്വഞ്ചറല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇത് ബിസിനസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, പുതിയതായിട്ട് പഠിക്കുന്ന എനർജിയും ആകാം. ഓക്കെ, കുറച്ച് പേർക്ക് പുതിയ നോളേജ് വരുന്നുണ്ടാകാം, പുതിയ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള അറിവ് ഈ ഒരു ഇയർ വരുന്നുണ്ടാകാം. അപ്പോൾ അതെല്ലാം കുറച്ചും കൂടെ പഠിക്കാനായിട്ട്, മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 3, വെൽക്കം ടു യുവർ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു ഇയറിലോട്ടുള്ള നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് നമുക്ക് നോക്കാം നിങ്ങളുടെ ലൈഫിൽ എന്തെല്ലാം മേജർ ചേഞ്ചസ് ആണ്, ഷിഫ്റ്റ്സ് ആണ് സംഭവിക്കുന്നത് നോക്കാം ഈ ഒരു ഇയറിൻ്റെ ഉള്ളിൽ. ഓക്കെ, എവിടെയാണ് നിങ്ങൾക്ക് മാറ്റങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ? പായൽ നമ്പർ 3. പായൽ നമ്പർ 3. ഇവിടെ വന്നിട്ട് സ്പിരിറ്റ് വിസ്പർ, ഡിവൈൻ ഗൈഡൻസ്, ഹയർ നോയിങ്, ഫയർ പ്രിൻസ്,
ദ മാപ്പ് മേക്കർ ഓഫ് ഡെസ്റ്റിനി, ഒത്തൻറ്റിക് പർപ്പസ്, ഇൻസ്പിറേഷൻ, ഫ്രീ വിൽ. ഓക്കെ, ഇവിടെ നിങ്ങളുടെ ലൈഫിൽ മെയിനായിട്ട് നിങ്ങളുടെ ഡെസ്റ്റിനി ആയിട്ട് കണക്ട് ചെയ്തേക്കുന്ന ഒത്തിരി കാര്യങ്ങളിൽ ചേഞ്ചസ്, ട്രാൻസ്ഫോർമേഷൻ വരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഡെസ്റ്റിനി ആയിട്ട്, നിങ്ങളുടെ ലൈഫ് പർപ്പസ് ആയിട്ട്, നിങ്ങളുടെ ഹയർ കോളിംഗ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഈ ഒരു ഇയറിൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫയർ പ്രിൻസിൽ വന്നിട്ട് ഒത്തിരി പാഷൻ കാണാൻ സാധിക്കുന്നുണ്ട്, ഒത്തിരി ഒപ്റ്റിമിസം. കുറച്ച് പേർക്ക് ഇവിടെ ഇൻറ്റ്യൂഷൻ സ്ട്രോങ് ആയിട്ടിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് ലവ്, റൊമാൻസ്, റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ മേജർ ട്രാൻസ്ഫോർമേഷനിൽ കൂടെ ഈ ഒരു ഇയർ പോകുന്നുണ്ടാകാം. ഓക്കെ, ബാക്കിൽ വന്നിട്ട് റെയിൻബോ പ്രിൻസ് ആണ്, കോമ്പൻസേഷൻ, പെർസീവറൻസ്. കുറച്ച് പേർക്ക് നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത എന്തെങ്കിലും കർമ്മ, എന്തെങ്കിലും ആക്ഷൻസ്, അതിൻ്റെ ഫ്രൂട്ട്സ്, അതിനൊരു റിസൾട്ട് കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് അത് നിങ്ങളുടെ പൊസഷൻസ് ആയിരിക്കാം, മണി ഫിനാൻസ് ആയിട്ടായിരിക്കാം, പേഴ്സണൽ റിസോഴ്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. ഓക്കെ, ആ ഒരു ഏരിയയിൽ കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ബ്ലെസ്സിങ്സ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ഇയറിൽ വന്നിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു സ്പിരിറ്റ് വിസ്പറിൽ വന്നിട്ട് ഒത്തിരി ഡിവൈൻ നോളേജ്, ഒത്തിരി സ്പിരിച്വാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒത്തിരി ഗൈഡൻസ്, ഒത്തിരി അറിവുകൾ നിങ്ങൾക്ക് ഈ ഒരു ഇയർ നിങ്ങൾക്ക് ത്രൂ ഔട്ട് റിസീവ് ആകുന്നതാണ്. അത് നിങ്ങളുടെ ലൈഫിൽ പേഴ്സണൽ ഗ്രോത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങളൊരു ഡെത്ത് ആൻഡ് റീബർത്തിൻ്റെ എനർജി കൂടെ കടന്നു പോകുന്നതായിട്ടും കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് വേണ്ടാത്ത കാര്യങ്ങൾ എൻഡ് ചെയ്തിട്ട് ഒരു റീബർത്ത്, ഒരു ന്യൂ ബിഗിനിങ്, ആ ഒരു എനർജി കൂടെ കടന്നു പോകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് വന്നിട്ട് കുറച്ച് പേർക്ക് കുട്ടികളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജി ആയിരിക്കും. അവരുടെ ലൈഫിലും മേജറായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ, മാറ്റങ്ങൾ കുറച്ച് പേർക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഒരു ഇയർ വന്നിട്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം ഈ ഒരു ഇയറിൽ വന്നിട്ട് നിങ്ങൾ എന്തെല്ലാം സോൾ ലെസൺ ആണ് ലേൺ ചെയ്യുന്നത് നോക്കാം. താങ്ക് യു. പൈൽ നമ്പർ 3, എന്തെല്ലാം സോൾ ലെസൺ ആണ് ലേൺ ചെയ്യുന്നത്. പൈൽ നമ്പർ 3 വന്നിട്ട് ഈ ഒരു ഇയർ അബണ്ടൻസ്. ഐ ആം എ ലിമിറ്റ്ലെസ് ബീയിങ് and I can manifest whatever I desire in this physical reality. ഇവിടെ വന്നിട്ട് അബണ്ടൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് മണി, ഫിനാൻസ്, അസറ്റ്സ്, ഓക്കെ, നിങ്ങൾ വാല്യുബിളായിട്ട് കരുതുന്ന കാര്യങ്ങൾ. കുറച്ച് പേർക്ക് ഇത് സെൽഫ് വർത്ത് ആയിരിക്കാം, മൂല്യമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ആ ഒരു ഏരിയയിൽ ഒത്തിരി ലെസൺസ്, ഒത്തിരി സോൾ ഗ്രോത്ത് നിങ്ങൾക്ക് ഈ ഒരു ഇയർ ഉണ്ടാകുന്നതാണ്. കുറച്ച് പേർക്ക് ഈ ഒരു അബണ്ടൻസ് വന്നിട്ട് ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾക്ക് പേഷ്യൻസിൻ്റെ കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഇയർ നിങ്ങളുടെ പേഷ്യൻസ് ഒത്തിരി ടെസ്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് മാനിഫെസ്റ്റേഷൻസ് നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങൾ ലൈഫിൽ 3D റിയാലിറ്റിയിലോട്ട് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെയും കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ട്രിഗേഴ്സ്, പേഷ്യൻസിൻ്റെ ആവശ്യം. ഓക്കെ, ആ ഒരു എനർജിയിലും ഒരു ടെസ്റ്റിംഗ് ഫേസ് എനിക്ക് ഈ ഒരു ഇയർ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അബണ്ടൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്. ഓക്കെ, ഈ ഒരു എനർജി വന്നിട്ട് നിങ്ങളെ കുറച്ചും കൂടെ പേഷ്യൻസ് പഠിപ്പിക്കുന്നതാണ്. കുറച്ചും കൂടെ സമാധാനമായിട്ട് നിങ്ങൾ തിങ്ക് ചെയ്ത് കഴിയുമ്പോൾ, മനസ്സിലാക്കി കഴിയുമ്പോൾ. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ സബ് കോൺഷ്യസ് ബ്ലോക്സ്, മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ലാക്ക് മെൻറ്റാലിറ്റി, പൈസയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഡീലിങ്സ്, കാണുന്ന രീതി, ഓക്കെ, അതിലൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് ഈ ഒരു സോൾ ലെസൺ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് എന്ത് സോൾ ലെസണാന്ന് നോക്കാം. envy. I am the same as everybody but with different challenges. envy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൂയ, ജലസിയുടെ എനർജിയാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഗ്രോത്തിൽ, നിങ്ങളുടെ അബണ്ടൻസിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചുറ്റുമുള്ള ആൾക്കാരിൽ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ട്രിഗേഴ്സ്, എന്തെങ്കിലുമൊക്കെ ലൈഫ് ലെസൺ നിങ്ങൾ ലേൺ ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് മണി ഫിനാൻസ് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ, ഡീലിങ്സിൽ എന്തെങ്കിലുമൊക്കെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ലൈഫ് ലെസൺ ലേൺ ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേര് നിങ്ങൾ
ഓവർ ഗിവിങ് എനർജിയിലിരിക്കുകയാണ്. നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് ഇഷ്ടമാണ്, ഷെയർ ചെയ്യാനായിട്ട് ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ ആ ഒരു എനർജി റിട്ടേൺ ആയിട്ട് ലഭിക്കുന്നില്ല, ഒരു സപ്പോർട്ട് ലഭിക്കുന്നില്ല. ആ ഒരു ഇവൻറ്റ്സ് നിങ്ങളെ കുറച്ചും കൂടെ എന്താ പറയുക, ഒരു അവെയർനെസ്സിലോട്ട് കൊണ്ടുവരുന്നതാണ്. ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എങ്ങനെ ലൈഫിൽ കൊണ്ടുവരണം, എൻ്റെ മണി റിസോഴ്സസ് എങ്ങനെ ഞാൻ ബാലൻസ്ഡ് ആയിട്ട് യൂസ് ചെയ്യണം. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ടോക്സിക് എനർജി ആയിരിക്കാം. അവിടെ എന്തെങ്കിലുമൊക്കെ ചാലഞ്ചസും എനിക്ക് ഈ ഒരു ഇയർ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കെയർഫുൾ ആക്കുക. നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളുടെ സെൽഫ് കെയർ റുട്ടീനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. അതായത് നിങ്ങൾ സെൽഫ് കെയർ റുട്ടീൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ഏത് ഏരിയാസിലാണ് കൂടുതലായിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ കാണാനായിട്ട് സാധിക്കുന്നത്? ഓക്കെ, pile number 3. മേക്ക് ആൻ അൾത്താർ. ഇവിടെ വന്നിട്ട് നിങ്ങൾ സ്പിരിച്വാലിറ്റി, ഓക്കെ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി പോസിറ്റീവ് ചേഞ്ചസിൽ കൂടെ കടന്നു പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സോൾ ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് ആയിട്ട്, നിങ്ങളുടെ ഹയർ സെൽഫായിട്ട് കുറച്ചും കൂടെ കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ടൈം എടുക്കുന്നതാണ്. കുറച്ച് പേര് ക്രിസ്റ്റൽസ്, കാൻഡിൽസ്, ഓക്കെ, രുദ്രാക്ഷം, അല്ലെങ്കിൽ ഹീലിങ്ങിന് ആവശ്യമുള്ള എന്തെങ്കിലും എനർജീസ്, ഫ്ലവറിൻ്റെ എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് ഇഷ്ടമുള്ള ഗോഡസിൻ്റെ എനർജി, അതൊക്കെയായിട്ട് കൂടുതലായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ഒരു ഇയർ ശ്രമിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഡിവൈൻ ഫെമിനിൻ എനർജിയും ഈ ഒരു ഇയർ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു എനർജി വന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാനായിട്ട്, ഗ്രോത്ത് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് പേര് മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സ്പേസ്, അൾത്താർ, ഓക്കെ, അതിന് വേണ്ടിയിട്ടൊക്കെ ഒരു സ്പെഷ്യലായിട്ടുള്ള പ്ലേസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നതാണ്. ഇവിടെ ബാക്കിൽ വന്നിട്ട് സ്വീറ്റ് ട്രീറ്റ് ആണ്, നമ്പർ 50 ആണ് വന്നിരിക്കുന്നത്. കുറച്ച് പേർക്ക് നിങ്ങൾ ഒത്തിരി ഷുഗർ ഇൻടേക്ക് ഉണ്ടെങ്കിൽ, ഒത്തിരി ഷുഗർ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ, അതിലൊരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട് കുറച്ച് പേര് ഈ ഒരു ഇയർ ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേര് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, കുക്കിംഗ്, ബേക്കിംഗ്, അങ്ങനെ നിങ്ങളെ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട് വെക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യുന്നതായിട്ടും ഈ ഒരു ഇയർ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ മണി, ഫിനാൻസ്, കരിയറൊക്കെ ആയിട്ടുള്ള മെസ്സേജ് നോക്കാം. The World, Ace of Pentacles, 8 of Cups, 2 of Pentacles. ബാക്കിലും വന്നിട്ട് ഹയറോഫൻ്റ് ആണ്. ഒത്തിരി സ്പിരിച്വൽ എനർജി, കുറച്ച് പേർക്ക് ട്രഡീഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ, സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ എനർജിയാണ്. ഓക്കെ, അവർ നിങ്ങളെ കൂടുതലായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഈ ഒരു ഇയർ മാരേജും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ട്രഡീഷണൽ മാരേജ്. ഓക്കെ, ഇവിടെ വേൾഡ് വന്നിട്ട് മണി, ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എനിക്കിവിടെ ഒരു പോസിറ്റീവ് എനർജി, പോസിറ്റീവ് ഗ്രോത്ത്, ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ റിസോഴ്സസിൽ വർധനവ്, ഒത്തിരി കാര്യങ്ങൾ മേടിക്കാനായിട്ട്, അബണ്ടൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ബ്ലെസ്സിങ് ഈ ഒരു ഇയർ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. കുറച്ച് പേര് നിങ്ങളുടെ അസറ്റ്സിനെ കുറിച്ചിട്ട്, നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ചിട്ട് കുറച്ചൊരു പ്രൊട്ടക്റ്റീവ് എനർജിയിലിരിക്കുന്നതായിട്ടും ഈ ഒരു ഇയർ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു എൻവിയുടെ എനർജി കൊണ്ടിട്ടായിരിക്കാം. ഓക്കെ,
ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കിൾസിൽ വന്നിട്ട് എനിക്ക് നിങ്ങളുടെ കരിയറിൽ ഒത്തിരി ന്യൂ ബിഗിനിങ്, ന്യൂ സ്റ്റാർട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പീസ്ഫുൾ എനർജിയിൽ നിങ്ങൾ മൂവ് ചെയ്യുന്നതായിട്ടും ഈ ഒരു ഇയർ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ പീസ്ഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ഒരു ഇയർ ശ്രമിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ 8 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്സിൽ ലവ്, റൊമാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ഹീലിംഗ് കൊണ്ടുവരാനായിട്ട്, ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് ലെറ്റ് ഗോയുടെ എനർജിയാണ്. റിലേഷൻഷിപ്സിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട്, എത്ര ശ്രമിച്ചിട്ടും അത് ഹീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് സമയം നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യുക, നിങ്ങളുടെ എനർജി ഹീൽ ചെയ്യാനായിട്ട് ടൈം എടുക്കുക. ഓക്കെ, അതിലെല്ലാം കുറച്ച് പേര് ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടാകാം. ഇവിടെ 2 ഓഫ് പെൻറ്റക്കിൾസിൽ വന്നിട്ട് ഈ ഒരു ഇയർ വന്നിട്ട് കുറച്ച് ബിസി ആയിട്ടിരിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടാകാം, ഒത്തിരി കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ടാകാം ഈ ഒരു ഇയർ വന്നിട്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും എന്താ പറയുക, ബാലൻസ് ചെയ്യാനായിട്ട്, എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് കൊണ്ടുപോകാനായിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു ഇയർ സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് നിങ്ങളുടെ ടാലൻസ് ഷോക്കേസ് ചെയ്യാനായിട്ടും ഈ ഒരു ഇയർ അവസരം ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ടാലൻസ് പുറത്തെടുക്കാനായിട്ടും കുറച്ച് പേർക്ക് ഈ ഒരു പോസിബിലിറ്റി എനിക്ക് ഈ ഒരു ഇയർ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മെസ്സേജസ് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഈ ഒരു ഇയറിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. കിങ് ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, ഇത് വന്നിട്ട് നിങ്ങളുടെ മണി, ഫിനാൻസ്, ഓക്കെ, പൈസയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ പ്രോപ്പർട്ടി, നിങ്ങളുടെ പൊസഷൻസ്, അത് കുറച്ചും കൂടെ കെയർഫുള്ളി നിങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട്, മാനേജ് ചെയ്യാനായിട്ട് ഈ ഒരു ഇയർ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, ഫോർ എക്സാമ്പിൾ എന്തെങ്കിലുമൊക്കെ ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ് കരിയറിലായിരിക്കാം, ബിസിനസ്സിലായിരിക്കാം, അങ്ങനത്തെ ഓവർവെൽമിങ് എനർജീസ് വരുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് റെസ്റ്റ് എടുക്കാനായിട്ട്, നിങ്ങളുടെ എനർജി ഗ്രൗണ്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ റൂട്ട് ചക്ര ബാലൻസ് ചെയ്യാനായിട്ടും ഇവിടെ പറയുന്നുണ്ട്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ സബ് കോൺഷ്യസ് ബ്ലോക്സ് ആയിരിക്കാം, മണിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, അത് ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ടൈം വന്നിട്ട്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റിയാണ്. ഓക്കെ, നിങ്ങളെന്ന വ്യക്തി, നിങ്ങളുടെ ആ ഒരു യുണീക്കായിട്ടുള്ള പവർ, അത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ടും ഈ ഒരു ഇയർ പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ കൂടെ ലോയലായിട്ട് നിൽക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്, അത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് ഈ ഒരു ഇയർ വന്നിട്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഇയർ വന്നിട്ട്? എഗെയിൻ പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. മണി, ഫിനാൻസ്, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ കുട്ടികൾ. എഗെയിൻ ഇവിടെ ഡോഗ് സ്പിരിറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർ, അവർക്ക് ആവശ്യത്തിന് നിങ്ങൾ ക്വാളിറ്റി ടൈം കൊടുക്കാനായിട്ട്, അവരുടെ കൂടെ ആ ഒരു ഹാപ്പി മൂമെൻറ്റ്സ് നിങ്ങൾ എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ഇയർ വന്നിട്ട്. കുറച്ച് പേർക്ക് ഇത് ഗ്രാൻഡ് കിഡ്സിൻ്റെ എനർജി ആയിരിക്കാം. അവരുമായിട്ട് കുറച്ചും കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട്, ഓക്കെ, കുറച്ചും കൂടെ അവരെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ സമയമെടുക്കുക. കുറച്ച് പേർക്ക് ഇത് അഗെയിൻ മണി, ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം, അഗെയിൻ ബിസിനസ് പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം, മാരേജ് പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം, മാരേജ് ആയിരിക്കാം. അവിടെയെല്ലാം കുറച്ചും കൂടെ കെയർഫുൾ ആകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ കോൺഫിഡൻസിലും വർക്ക് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് നിങ്ങളുടെ ചക്ര മെസ്സേജസ് നോക്കാം. ഈ ഒരു ഇയർ വന്നിട്ട് നിങ്ങളുടെ ഏത് ചക്രയാണ് കുറച്ചും കൂടെ ബാലൻസിലോട്ട് വരുന്നത് നോക്കാം. പായൽ നമ്പർ 3. ഇവിടെ വന്നിട്ട് ഇംപേഷ്യൻസിൻ്റെ എനർജിയാണ്. പാസ്റ്റിൽ നിങ്ങൾക്ക് ഇവിടെ ഞാൻ പറഞ്ഞില്ല അബണ്ടൻസിൻ്റെ, നിങ്ങളെ ഈ ഒരു സൈക്കിൾ വന്നിട്ട്, ഈ ഒരു സോൾ ലെസൺ വന്നിട്ട് പേഷ്യൻസ് ആണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ ഇംപേഷ്യൻ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, ഒരു കാര്യം നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കിട്ടണം.
അങ്ങനെയൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ അവിടെ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഈ ഒരു എനർജി വന്നിട്ട് ത്രോട്ട് ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജിയാണ്. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ സമയത്ത്, സംഭാഷണങ്ങൾ നടത്തുന്ന സമയത്ത് ഓക്കെ, കുറച്ചും കൂടെ പേഷ്യൻസ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് പ്രയോറിറ്റീസാണ്. നിങ്ങൾക്ക് പ്രയോറിറ്റി ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, മുൻഗണന കൊടുക്കേണ്ട കാര്യങ്ങൾ എന്താണ്, വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അത് നിങ്ങൾ ഈ ഒരു ഇയർ മനസ്സിലാക്കുന്നതാണ്. ഓക്കെ, കുറച്ച് പേരുടെ ഇവിടെ ഡെയിലി റുട്ടീൻ, നിങ്ങൾ ഡെയിലി ചെയ്യുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ, അവിടെ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ടും കുറച്ച് പേർക്ക് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ഒരു ഇയർ വന്നിട്ട്. ഓക്കെ, ഇവിടെ ഫൊർഗീവ്നെസ് ആണ്, ക്ഷമിക്കാനായിട്ടാണ് പറയുന്നത്. തേർഡ് ഐ ചക്ര. ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാകത്തില്ല, വ്യക്തത ഉണ്ടാകത്തില്ല പല കാര്യങ്ങളെക്കുറിച്ചിട്ടും. അപ്പോൾ അതൊരു ബാലൻസിലോട്ട് വരാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഫൊർഗീവ് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവരെയും. ഇവിടെ ഒത്തിരി നെഗറ്റീവ് ടോക്സിക് എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷേ ഫൊർഗീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് നിങ്ങളുടെ തേർഡ് ഐ ചക്ര ആക്ടിവേറ്റ് ആകാനായിട്ട് കുറച്ചും കൂടെ ക്ലിയർ വിഷൻ നിങ്ങൾക്ക് ലൈഫിനെ കുറിച്ചിട്ട് വരുന്നതാണ്. കുറച്ചും കൂടെ നിങ്ങളുടെ ഡെസ്റ്റിനി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഈ ഒരു എനർജി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ഫൊർഗീവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഉള്ളിൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇത് കുറച്ച് പേർക്ക് കുട്ടികളായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, ഫാമിലി പാരൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജി ആയിരിക്കാം. നെക്സ്റ്റ് എന്ത് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്? കണ്ടോ, ഇവിടെ ഞാൻ പറഞ്ഞില്ലേ റൂട്ട് ചക്ര, മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അത് കെയർഫുൾ ആകാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ എന്താ പറയുക, നിങ്ങളെങ്ങനെയാണ് കാണുന്നത് അതിൽ ശ്രദ്ധിക്കുക. ഒരു ലോ വൈബ്രേഷനിലോട്ട് പോകാതിരിക്കുക. കുറച്ചും കൂടെ ഫെയ്ത്ത് കൊണ്ടുവരിക. ആ പേടി, ഭയം അതെല്ലാം ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ സോളാർ പ്ലെക്സസ് ചക്ര, അതുപോലെ തന്നെ റൂട്ട് ചക്ര ഇവിടെ ഹീൽ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ക്ലാരിറ്റി, നിങ്ങളുടെ ഡെസ്റ്റിനി ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൊർഗീവ്നെസ്സിൻ്റെ എനർജി ഇവിടെ ആവശ്യമായിട്ട് വരുന്നതാണ് നിങ്ങൾക്ക്. കുറച്ച് പേർക്ക് വന്നിട്ട് നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ആരോട് എസ് പറയണം, ഏത് എനർജീനെ അലൗ ചെയ്യണം നിങ്ങളുടെ ലൈഫിലോട്ട്, അതെല്ലാം കെയർഫുള്ളാകുക ഈ ഒരു ഇയർ വന്നിട്ട്. നെക്സ്റ്റ് നിങ്ങളുടെ ടീ ലീവ്സിന് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം ഈ ഒരു ഇയറിനെ കുറിച്ചിട്ട്. താങ്ക് യു. പായൽ നമ്പർ 3. കെയിൻ, പേ അറ്റൻഷൻ ടു യുവർ ഹെൽത്ത്. നിങ്ങളുടെ ഹെൽത്ത് ഈ ഒരു ഇയർ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും നിങ്ങളുടെ സബ് കോൺഷ്യസ് ബ്ലോക്സ്, നിങ്ങളറിയാതെ ഹിഡൻ ആയിട്ടിരിക്കുന്ന ആ ഒരു കാര്യങ്ങൾ, സീക്രട്സ്, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫയർ, ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഫയർ എലമെൻറ്റ്, സ്ട്രോങ് ഇമോഷൻ, പാഷനേറ്റ് ലവ് ഓർ ഹേറ്റ്. ഈ ഒരു ഇയർ വന്നിട്ട് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇമോഷനിലിരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒത്തിരി പാഷൻ, ഒത്തിരി സ്നേഹം, അതുപോലെ തന്നെ ഹെയ്റ്റിൻ്റെ എനർജിയും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, എവിടെയാണ് ഞാൻ കൂടുതൽ ആ ഒരു ഇമോഷൻ കൊടുക്കുന്നത്, അത് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ ആങ്കർ ഇഷ്യൂസ്, ആ ഒരു അഗ്രഷൻ എനർജി, അത് സ്നേഹം കൊണ്ടിട്ട് നിങ്ങൾക്ക് ഹീൽ ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ് ഈ ഒരു ഇയർ വന്നിട്ട്. ഹാൻഡ്, ഇൻ നീഡ് ഓഫ് ഹെൽപ്പ്, അസിസ്റ്റൻസ് ആൻഡ് ഗൈഡൻസ്. ഇവിടെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഗൈഡൻസ്, സപ്പോർട്ട് ഉണ്ടാകുന്നതാണ്. കുറച്ച് പേർക്ക് ഹാൻഡ്, നിങ്ങളുടെ കൈകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകാം. അവിടെ ഒത്തിരി പോസിറ്റിവിറ്റി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. താങ്ക് യു. ഫെയർ വുമൺ, ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് എ വുമൺ വിത്ത് ബ്ലോണ്ട്, ഗ്രേ ഓർ വൈറ്റ് ഹെയർ. ഫെയർ വുമൺ, കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് കുറച്ചൊരു പ്രായമായിട്ടുള്ള ഒരു വുമൺ ആയിരിക്കും. അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അവരുമായിട്ടുള്ള ഡീലിങ്സ് ഈ ഒരു ഇയർ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ കുറച്ച് പേർക്ക് ഈ ഒരു വ്യക്തിയായിട്ടുള്ള ഡീലിങ്സിൽ ത്രൂ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ലൈഫിൽ ചേഞ്ചസ് സംഭവിക്കുന്നുണ്ടാകാം.
ഓക്കെ. ക്ലൗഡ്സ്, ടെമ്പററി പ്രോബ്ലംസ്. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ടെമ്പററി പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു ഹീലിംഗ് ലഭിക്കുന്നതാണ്. അപ്പോൾ പ്രശ്നങ്ങൾ വരണ സമയത്ത് നിങ്ങളതിനെ ഓവറായിട്ട് എന്താ പറയുക, പേഴ്സണലി എടുക്കാതിരിക്കുക. ആ സിറ്റുവേഷൻ ടെമ്പററി ആണ്. കുറച്ച് കഴിയുമ്പോൾ അത് ഹീൽ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ലെഗ്, സ്റ്റെപ്പിംഗ് ഇൻ ടു എ ന്യൂ എക്സ്പീരിയൻസ്. ഈ ഒരു ഇയർ വന്നിട്ട് ഒരു പുതിയ എക്സ്പീരിയൻസിൽ കൂടെ പോകുന്നതായിട്ടാണ് പറയുന്നത്. കുറച്ച് പേര് നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേര് കൃഷി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാകാം, ഫാമിംഗ്, അഗ്രികൾച്ചർ, എന്തെങ്കിലുമൊക്കെ പുതിയ ബിസിനസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഈ ഒരു ഇയർ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ബോക്സ്, യു വിൽ റിസീവ് എ ഗിഫ്റ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് റിസീവ് ആകുന്നതായിട്ട് ഈ ഒരു ഇയർ ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് വെൽത്ത് ആയിരിക്കാം. വെക്കേഷൻ, നിങ്ങൾക്ക് ഈ ഒരു ഇയർ വെക്കേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ബിവെയർ ഓഫ് ഗ്രീഡ്. ഗ്രീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർത്തി എന്ന് പറയില്ലേ. അപ്പോൾ മണി ഫിനാൻസായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ചൊന്ന് കെയർഫുൾ ആകുക. സ്റ്റാർ, ഗ്യാരണ്ടീഡ് സക്സസ്. നിങ്ങൾക്ക് ഈ ഒരു ഇയർ ഒത്തിരി സക്സസ്, ഒത്തിരി ഹീലിംഗ് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതാണ്. ലവ്, ഓക്കെ. ലവ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി ചേഞ്ചസ്, ഒത്തിരി മാറ്റങ്ങളിൽ കൂടെ നിങ്ങൾ ഈ ഒരു ഇയർ കടന്നു പോകുന്നതാണ്. കുറച്ച് പേർക്ക് മാരേജ് ആയിരിക്കാം ഈ ഒരു ഇയർ വന്നിട്ട്. നെക്സ്റ്റ് നവംബർ വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് നവംബർ മന്ത് സിഗ്നിഫിക്കൻ്റ് ആയിരിക്കാം. ഫ്ലൂട്ട്, ഡിസപ്പോയിൻമെൻറ്റ് ഇൻ എ ഫ്രണ്ട് ഓർ എ ലവർ. കുറച്ച് പേർക്ക് ഹീലിംഗ് ആയിരിക്കാം. എഗെയിൻ നിങ്ങളുടെ ചുറ്റുമുള്ള എനർജി കുറച്ചും കൂടെ കെയർഫുൾ ആകാനായിട്ട് ശ്രമിക്കുക. നിങ്ങളെ കൂടെ നിങ്ങളുടെ സെൽഫ് വർത്ത് മനസ്സിലാക്കാതെ പെരുമാറുക, നിങ്ങളെ താഴ്ത്തിക്കെട്ടുക, അങ്ങനത്തെയൊക്കെ എനർജീസിലിരിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാരായിട്ടൊരു ഡീലിങ്സ് നിങ്ങൾ കുറച്ചും കൂടെ കെയർഫുൾ ആകാനായിട്ട് ഈ ഒരു ഇയർ പറയുന്നുണ്ട്. ഓക്കെ. ബാക്കിൽ വന്നിട്ട് റൂസ്റ്ററാണ്. ആൻ അറഗൻറ്റ് ബോസ്റ്റ്ഫുൾ പേഴ്സൺ യു ഷുഡ് നോട്ട് ക്രോസ്. ഈ ഒരു എനർജി കെയർഫുൾ ആകുക. ഒത്തിരി അറഗൻ്റായിട്ട്, ഒത്തിരി ദേഷ്യത്തോടു കൂടി പെരുമാറുക. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് ചെറിയ കാര്യങ്ങൾ, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് പറയുക. ഓക്കെ, അങ്ങനെയൊക്കെ കാണിക്കുന്ന എനർജി നിങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിൽ കെയർഫുൾ ആകാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് നിങ്ങൾക്കുള്ള അഫർമേഷൻ എന്താണെന്ന് നോക്കാം. ഈ ഒരു ഇയറിലോട്ടുള്ള അഫർമേഷൻ എന്താണ്? പായൽ നമ്പർ 3യുടെ അഫർമേഷൻ എന്താണ്? ടുഡേ ഐ ആം കാം. ടുഡേ മൈ മൈൻഡ് ഈസ് ഓപ്പൺ ആൻഡ് ഐ ആം അറ്റ് പീസ് വിത്ത് ഹൂ ഐ ആം. ഇവിടെ നിങ്ങളുടെ വൈബ്രേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ വൈബ്രേഷൻ കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ, ലോവർ എനർജീസിലോട്ട് പോകുന്നുണ്ടെങ്കിൽ, താഴ്ന്ന ഊർജ്ജങ്ങളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ കെയർഫുൾ ആകുക. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഫോക്കസ് കൊണ്ടുവരിക. എവിടെയാണോ പ്രയോറിറ്റി കൊടുക്കേണ്ടത് അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ മൈൻഡ് കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ട് വെക്കാനായിട്ട്, കുറച്ചും കൂടെ തുറന്ന മനസ്ഥിതിയോടുകൂടി കാര്യങ്ങളെ വീക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ പീസ് ആൻഡ് കാം, അതിന് സമാധാനം, സന്തോഷം, ആ ഒരു കാം എനർജി അത് ചൂസ് ചെയ്യാനായിട്ടും കുറച്ച് പേരോട് ഇവിടെ പറയുന്നുണ്ട്. ബാക്കിൽ വന്നിട്ട് ടുഡേ ഐ ഫീൽ ഹെൽത്തി. ടുഡേ മൈ മൈൻഡ് ഈസ് ക്ലിയർ, മൈ ബോഡി ഈസ് ഹെൽത്തി ആൻഡ് മൈ സോൾ ഈസ് അറ്റ് പീസ്. എഗെയിൻ ആ ഒരു പീസിൻ്റെ എനർജി തന്നെയാണ്. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു ഹെൽത്തി മൈൻഡിലിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഇയർ വന്നിട്ട്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 3 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.